അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഗീബത്തിലൂടെ, ഒരു നമീമത്തിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന അദാബുകൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തന്നെ ഗീബത്തുകാരന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ സ്വഭാവം നീ നന്നാക്കണേ റഹ്മാനെ. ഗീബത്തുകാരന്റെ പ്രാർത്ഥന, നമീമത്തുകാരന്റെ പ്രാർത്ഥന അല്ലാഹു ഉത്തരം കൊടുക്കൂല, അല്ലാഹു ഒരു ഇജാബത്ത് കൊടുക്കൂല എന്നാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയം വളരെ ഗൗരവത്തിലാണ് ആ വിഷയം സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഖുത്ബ നിർവഹിച്ച് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വഅദ് പറയുന്നതിന്റെ ഇടയിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് ഓരോ സങ്കടങ്ങൾ പറയും, ദുആരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ ദുആ വസിയത്ത് അറിയിക്കുന്നുണ്ടില്ല, നിങ്ങള് ദുആ ചെയ്യണം ഉസ്താദേ, ദുആരിക്കണം, ഇന്ന വിഷമങ്ങളുണ്ട്, ഇന്ന പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾ സങ്കട ഞങ്ങൾ കടത്തിലാണ്, ഞങ്ങൾ പ്രതിസന്ധിയിലാണ്, നമ്മളൊക്കെ പറയും. സ്വഹാബത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദുആ വസിയത്ത് ചെയ്യാറുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കൊക്കെ ദുആ ചെയ്തു കൊടുക്കാറുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വെള്ളിയാഴ്ച ദിവസം മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ചുമരിലേക്ക് ചാരി നിന്നുകൊണ്ട് സ്വഹാബത്തിനെ ഇങ്ങനെ വഅദ് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിൽ നിന്നൊരു സ്വഹാബി തന്റെ പ്രിയപ്പെട്ട കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വിഷമം, ഏറ്റവും വലിയൊരു പ്രയാസം, ഏറ്റവും വലിയൊരു സങ്കടം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. ആ ദുആ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മദീന മസ്ജിദുൻ നബിയുടെ പരിസരത്ത് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടൻ പറന്നിറങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോൾ ദുആ ചെയ്താലും അവിടെയെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആമീൻ പറയാറുണ്ട്. മദീന പള്ളിയുടെ മിഹ്റാബ് മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കാലെടുത്ത് വെക്കുന്ന സമയത്തൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ആമീൻ പറയാറുണ്ട്. മുത്തുനബി ദുആ ചെയ്യുമ്പോൾ പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് ദുആ ചെയ്യാറുണ്ട്. മസ്ജിദുൻ നബിയുടെ ഉള്ളിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിന്റെ മുത്തു റസൂലുള്ളാഹി ദുആ ചെയ്തു കൊടുക്കുമ്പോഴെല്ലാം പലപ്പോഴും മുത്തുനബി പറയാറുണ്ട്, സ്വഹാബ ഇന്ന് ആമീൻ പറയാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുണ്ട്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ ആമീൻ പറയാൻ പവിത്രമായ സദസ്സിൽ വന്നിരിക്കാറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പക്ഷേ അന്നത്തെ വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്യുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അകത്തേക്ക് വരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. എന്ത് പറ്റി ജിബ്രീലേ? നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ എല്ലാ പ്രാർത്ഥനകളിലും പങ്കാളിയാകുന്നവരാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ സദസ്സുകളിൽ നിങ്ങൾ പങ്കാളിയാവാറുണ്ട് സാധാരണ. എന്ത് പറ്റി ജിബ്രീലേ? നിങ്ങൾ എന്ത് പറ്റി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ മറുപടിയാണ്, അറിവിന്ദിലാവിന്റെ 112ാമത്തെ സദസ്സിലൂടെ ഈ സദസ്സ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളോടെ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. വിഷമങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഉമ്മത്തിൽ സമാധാനമായിട്ട് 10,000 നിറകണ്ണുകളോട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പവിത്രമായ സദസ്സ് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഈമാനിന്റെ കണിക പോലെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടാതെ സമയമാകുമ്പോ കാത്തിരുന്നുകൊണ്ട് നിറകണ്ണുകളോടെ സദസ്സ് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വാപ്പമാരെ, ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, രാജ്യത്തിന്റെ അകത്തും പുറത്തു നിന്നുള്ള 10,000-കണക്കിന് കുടുംബങ്ങൾ തേങ്ങലടിച്ചുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് കരങ്ങൾ ഉയർത്തി ആമീൻ പറയുമ്പോ അതിലൊരു കണ്ണിയാവാ ഭാഗ്യം ലഭിച്ച ഈമാനുള്ള ചെറുപ്പക്കാരാ,
മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് വെള്ളിയാഴ്ച ദിവസത്തിലെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ കോടിക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ അല്ലാഹുവിലേക്ക് മുത്തു റസൂലുള്ളാഹിലേക്ക് സമർപ്പിക്കാറുണ്ടല്ലോ. ഓരോ ദിവസവും സ്വലാത്ത് മറക്കട്ടെ ചെറുപ്പക്കാരാ. ഓരോ ദിവസവും മദീന മലർവാടി സ്വലാത്ത് കൊണ്ട് പച്ചപിടിക്കട്ടെ, ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ന് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് ഖുത്ബ കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയുടെ തൂണിനോട് ചാരിയിരുന്നുകൊണ്ട് സ്വഹാബത്തിന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. എത്ര ആളുകളാണ് മുത്തുനബിയുടെ മുമ്പ് വന്ന് സങ്കടം പറയാറുള്ളത്. ഇന്ന് പോയിട്ടില്ലേ നിങ്ങള് മദീനയുടെ മനോഹരമായ മസ്ജിദ് നബവി കണ്ടിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് സഫർ മാസം കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ മാസത്തിൽ മദീന ചർച്ച ചെയ്യണം. നമുക്ക് കഥ പറയുന്ന മദീനയുടെ മനോഹരമായ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്ന് മദീനയിൽ ചെന്നാൽ കാണാൻ കഴിയും മദീനയുടെ മസ്ജിദ് നബിയുടെ ഉള്ളിലുള്ള തൂണുകൾ കണ്ടിട്ടില്ലേ? ഉസ്തുവാനത്ത് തൗബ എന്ന് പറയും വരെ തൂണ് കാണാം. ഉസ്തുവാനത്തുൽ ഹിർസ് എന്ന് പറയുന്ന മറ്റൊരു തൂണ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ എങ്ങനെ കാണാൻ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങളെ കാണാൻ വേണ്ടി ജനങ്ങൾക്ക് ദുആ ചെയ്തു കൊടുക്കാൻ വേണ്ടി മദീനയുടെ മസ്ജിദ് നബിയുടെ ഉള്ളിൽ ഒരു തൂണിനോട് ഇങ്ങനെ ചാരിയിരിക്കാറുണ്ട് എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. ആ മദീനയുടെ തൂണിൽ ഇങ്ങനെ ചാരിയിരിക്കുന്ന സമയത്താണ് ഈ പ്രിയപ്പെട്ട സ്വഹാബി വന്ന് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബ, ഏത് സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമീപത്ത് വരാറുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ദുആ ചെയ്യുമ്പോ എന്താണെന്നറിയില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല സ്വഹാബ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുറത്താണ്, അകത്തേക്ക് വരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി ജിബ്രീലേ? നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് അകത്തേക്ക് വരുന്ന പതിവുണ്ടല്ലോ, എന്ത് പറ്റി ജിബ്രീലേ? നിങ്ങൾ എന്തേ ഈ മസ്ജിദ് നബിയുടെ ഉള്ളിൽ വന്നുകൊണ്ട് ആയിരക്കണക്കിന് സ്വഹാബത്ത് ആമീൻ പറയുന്ന സദസ്സിൽ വന്ന് ആമീൻ പറയാത്തതെന്തേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയേ, എനിക്ക് തങ്ങളെ കൂടെ ആമീൻ പറയാന്, തങ്ങൾ ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമാണ് നബിയേ. പക്ഷേ നിങ്ങൾ ഇന്നിരിക്കുന്ന സദസ്സിലെ അല്ലാഹുവിന്റെ റസൂലേ, തങ്ങൾ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, തങ്ങൾ ദുആ ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, ആ ദുആഹിന് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്, ആ പ്രാർത്ഥനയെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. ആ പ്രാർത്ഥനയെ വരെ തടയിടാൻ കഴിവുള്ള ഒരു പ്രവർത്തി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ തങ്ങളെ സദസ്സിന് ഇരിക്കുന്നുള്ള നബിയേ. ഇല്ല റസൂലേ, ആ ചെറുപ്പക്കാരൻ ചെയ്തു പോയ പാപക്കറകളിൽ നിന്ന് തൗബ ചെയ്ത് പിന്മാറുന്നത് വരെ ഞാൻ ആ സദസ്സിലേക്ക് കടന്നു വരൂല തങ്ങളെ. ഇല്ല നബിയേ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒന്നിരിക്കാൻ തൗബ ചെയ്ത് മടങ്ങണോ, അതല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ആ സദസ്സിൽ നിന്ന് മാറി നിൽക്കണം നബിയേ. അതുവരെ ഞാൻ ആ സദസ്സിലേക്ക് കയറൂല നബിയേ, അതുവരെ ഞാൻ ആ സദസ്സിലേക്ക് കടന്നു വരൂല തങ്ങളെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞിട്ട് പോയ വാചകം ഇങ്ങനെയാണ്, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന്
ദുആ സ്വീകരിക്കലിന് തടയപ്പെടുന്നൊരു തെറ്റ് ചെയ്ത ഒരാളുണ്ട്. ദുആ സ്വീകരിക്കുന്നതിനെ തടയപ്പെടുന്നൊരു പ്രവർത്തനം ചെയ്ത ഒരാള് ഈ സദസ്സിലുള്ള സ്വഹാബാ. അവര് അതിൽ നിന്ന് പിന്മാറുന്നത് വരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആഇന് ആമീൻ പറയൂല. ഏത് സ്വഭാവമാണ് ജിബ്രീലേ, ആ സ്വഭാവമെന്ന് പറഞ്ഞു തരണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, റസൂലേ, ആ സദസ്സിലുണ്ടല്ലോ, ആ കൂട്ടത്തിലുണ്ടല്ലോ, തന്റെ കൂട്ടുകാരനെ തമാശക്കാണെങ്കിലും ഒരു ചെറിയ ഗീബത്ത് പറഞ്ഞവൻ സദസ്സിലുണ്ട് നബിയേ. ഗീബത്ത് പറഞ്ഞവരെ, ഫസാദ് പറഞ്ഞവരെ, നമീമത്ത് പറഞ്ഞവരെ ആ സദസ്സിലിരിക്കുന്നുണ്ട് തങ്ങളെ. ആ ഒരു ഗീബത്തുകാരന്റെ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആഇനെ തടഞ്ഞു വച്ചിരിക്കുകയാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ഗൗരവത്തോടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ കാര്യം പറഞ്ഞെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹത്തുക്കളായ സ്വഹാബത്തിനോട് ചോദിക്കുന്ന സ്വഹാബാ, മൻ ഹും യാ അല്ലാഹ്, നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഗീബത്ത് പറഞ്ഞവരെ, ഫസാദ് പറഞ്ഞവരെ സദസ്സിലിരിക്കുന്നുണ്ടോ? അവരുള്ള സദസ്സിന്റെ ദുആഇനക്ക് അല്ലാഹു ഇജാബത്ത് തരൂല സ്വഹാബാ. പറഞ്ഞു കൊടുക്ക് നബിയേ, ആ വിഭാഗം ഇരിക്കുന്ന സദസ്സിന് അല്ലാഹു ഇജാബത്ത് കൊടുക്കൂല നബിയേ. ഒരു സദസ്സിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞാൽ, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ, മറ്റുള്ളവരെ ഫസാദ് പറഞ്ഞാൽ ആ സദസ്സിൽ ചെയ്യുന്ന നന്മകൾക്കൊന്നും അല്ലാഹു ഉത്തരം കൊടുക്കൂല. ആ സദസ്സിൽ ചെയ്യുന്ന സുഹൃതങ്ങൾക്കൊന്നും അല്ലാഹു ഉത്തരം കൊടുക്കൂല. ആ സദസ്സിൽ വെച്ച് ഓതുന്ന ഖുർആൻ പാരായണങ്ങൾ സദഖ കൊടുക്കുന്നത് പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം കൊടുക്കൂല. നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സ്വഹാബാ, ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആരെയാണോ ഒരു വാക്കിലൂടെ, നോക്കിലൂടെ, മൗനത്തിലൂടെ, സമീപ ഇടപഴകലിലൂടെ ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറഞ്ഞിട്ട് വരണേ സ്വഹാബാ. അവരോട് മാപ്പ് പറയാതെ അല്ലാഹു നമ്മുടെ മജ്ലിസിന് ഇജാബത്ത് തരൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അല്ലാഹുവേ, മദീനയുടെ മസ്ജിദ് നബിയിൽ നടന്ന സംഭവമായത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യഖ്ബലല്ലാഹു ദുആഅഹു, ഗീബത്തുകാരന്റെ ദുആഇന് അല്ലാഹു സ്വീകാര്യത കൊടുക്കൂല. ഗീബത്തുകാരന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. തമാശക്കാണെങ്കിലും മറ്റുള്ളവരെ ചീത്ത പറഞ്ഞാൽ, മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ, അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഏത് പ്രവർത്തനം ചെയ്താലും അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുത്ത് റസൂലുള്ളാഹി പറയുകയാണ്, ആ ഗീബത്ത് കാരണം ലാ യഖ്ബലല്ലാഹു ദുആഅഹു. നമ്മളെ കഷ്ടപ്പെട്ട് എടുക്കുന്ന നമസ്കാരം, നമ്മളെ കഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുന്ന നോമ്പുകള്, നമ്മൾ പടച്ച തമ്പുരാനോട് ചോദിച്ചു വാങ്ങിയ പ്രാർത്ഥനകളില്ലേ, ആ പ്രാർത്ഥനകൾ മുഴുവനും തടഞ്ഞു വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അറിവിന്ദിലാവന്റെ സദസ്സിലേക്കുള്ള ഓരോ ഉമ്മമാരെ ദൈവത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാവണം നമ്മള്. അറിവിന്ദിലാവന്റെ സദസ്സിലേക്കുള്ള വാപ്പമാരെ
ഗൈബത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം നമ്മള്. നമീമത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം നമ്മള്. കളവിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം നമ്മള്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ പറയുകയാണ്. പലരും ചോദിക്കാറില്ലേ, എന്താ ഉസ്താദേ എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഇജാബത്ത് കിട്ടാത്തത്, എന്തേ എന്റെ ദുആഹിനിക്ക് മാത്രം ഇജാബത്ത് കിട്ടാത്തത്? എത്ര ഇബാദത്തുകൾ ഞാൻ ചെയ്യുന്നുണ്ട് ഉസ്താദ്, എത്ര സൽക്കർമ്മങ്ങൾ ഒരു ദിവസം പോലെ മുടങ്ങാതെ നമസ്കരിക്കുന്നവനാണ്, ഒരു ദിവസം പോലെ മുടങ്ങാതെ അറിവിന്ദിലാവ് കാണുന്നവനാണ്, ഒരു ദിവസം പോലെ മുടങ്ങാതെ സുഹൃതങ്ങൾ ചെയ്യുന്നവനാണ്. പക്ഷേ എന്നിട്ട് പോലും എന്റെ പ്രാർത്ഥനക്കെന്തേ, എന്റെ ദുആഹിനിക്കെന്തേ അല്ലാഹു ഉത്തരം തരാത്തത് എന്ന് പലരും പറയാറില്ലേ? മനസ്സിനോട് ആലോചിച്ചു, മനസ്സിനോട് ചോദിക്കണം ചെറുപ്പക്കാരാ. മുത്തു റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, ഒരു ദിവസത്തിൽ ഒരു ഗീബത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? ഒരു നമീമത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? ഒരു ഫസാദ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ലാ യഖ്ബലല്ലാഹു ലാ യഖ്ബലല്ലാഹു ലാ യഖ്ബലല്ലാഹു ദുആഅഹു. ആ ഒരു ഗീബത്ത് കാരണം അന്നത്തെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല. അല്ലാഹുവേ ഞങ്ങൾ അത്തരക്കാരിൽ ഉൾപ്പെടുത്തല്ലേ നാഥാ, ഞങ്ങൾ അത്തരക്കാരിലെ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. അതുകൊണ്ടാണല്ലോ മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പടച്ച തമ്പുരാനെ അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബിനെ നന്നാക്കണേ റഹ്മാനേ. മഹാനവറുകൾ പറയുകയാണ്, ബനൂ ഇസ്രായേൽ കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേൽ മഴയില്ലാതെ സങ്കടം വന്നപ്പോ, മഴയില്ലാതെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് ആ ജനങ്ങളെല്ലാം മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്ത് വന്ന സങ്കടം പറഞ്ഞില്ലേ, നബിയേ ഞങ്ങൾക്ക് വെള്ളമില്ല റസൂലേ, ഞങ്ങൾക്ക് വെള്ളമില്ല നബിയേ, തങ്ങളെ റബ്ബിനോടുള്ള ദുആ ചെയ്തിട്ട് മഴ പെയ്യിപ്പിക്കണം നബിയേ. കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലെ തന്റെ അനുയായികൾ വന്നവന്റെ ബനൂ ഇസ്രായേൽ പെട്ട അനുയായികൾ വന്നവന്റെ സങ്കടം പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം 3 ദിവസം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു എന്നാണ്. 3 ദിവസം ജനങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടി വിശാലമായ മൈതാനിയിൽ പോയി അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവേ 3 ദിവസം ദുആ ചെയ്തപ്പോഴും മഴ കിട്ടാതെ വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞില്ല, നാഥാ എത്ര തവണയായി നാഥാ, എത്ര പ്രാവശ്യമാണ് നാഥാ, എത്ര തവണയാണ് റബ്ബേ എന്റെ ഉമ്മച്ചിന് വെള്ളമില്ലാതെ പ്രയാസപ്പെട്ട സമയത്ത് കഷ്ടപ്പാടോടെ സങ്കടത്തോടെ നിന്നോട് പലതവണ ഞാൻ ചോദിച്ചതല്ല അല്ലാ, ഒന്ന് വെള്ളം തരോ, ഒന്ന് വെള്ളം തരോ, ഒന്ന് മഴ പെയ്യിപ്പിക്കുമോ അല്ലാ. ഈ ബനൂ ഇസ്രായേലുകാര് വലിയ വിഷമത്തിലാണ്, ഇവര് വലിയ സങ്കടത്തിലാണ്, ഇവര് വലിയ കഷ്ടപ്പാടിലാണ്, ഇവർക്ക് മഴയില്ല നാഥാ എന്ന് പറഞ്ഞിട്ട് എത്ര തവണയാണ് റബ്ബേ, എത്ര തവണയാണ് റബ്ബേ നിന്നോട് ഞാൻ ദുആ ചെയ്തതല്ലാ, എന്നിട്ടെന്തേ നീ മഴ തരാത്തതല്ലാ, എന്നിട്ടെന്തേ നീ മഴ തരാത്തതല്ലാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമേ അല്ലാഹുവിനോട് ചോദിച്ച സമയത്ത് അല്ലാഹു മൂസാ നബിയോട് പറയാണ്, നബിയേ തങ്ങളെ പ്രാർത്ഥന ഞാൻ സ്വീകരിക്കാം നബിയേ, തങ്ങളെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം തരാൻ നബിയേ, തങ്ങളെ പ്രാർത്ഥനക്ക് ഞാൻ ഇജാബത്ത് തരാൻ റസൂലേ. പക്ഷേ ഈ 3 ദിവസമായി തങ്ങളെ ദുആ ചെയ്തപ്പോൾ അല്ലാഹുവായ ഈ 3 ദിവസം തങ്ങളെ ദുആ ചെയ്തപ്പോൾ ഹിജാബത്ത് വരാതിരിക്കാൻ കാരണം എന്തെന്നറിയോ? ഈ 3 ദിവസം നിങ്ങൾ ദുആ ചെയ്തില്ലേ, ഈ 3 ദിവസം നിങ്ങൾ പ്രാർത്ഥന നടത്തിയിട്ട്
ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇജാബത്ത് തരാതിരിക്കാൻ കാരണം എന്തെന്നറിയോ? അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, നിങ്ങളെ കൂട്ടത്തിലൊരു നമീമത്തുകാരനുണ്ട് നബിയേ, ഒരു നമീമത്ത് പറഞ്ഞ ആളുണ്ട് നബിയേ, ഒരു നമീമത്ത് പറഞ്ഞ ആളുണ്ട് നബിയേ. അല്ലാഹുവേ, അവൻ തൗബ ചെയ്യാതെ അല്ലാഹു നിങ്ങൾക്ക് മഴ തരൂല നബിയേ. നിങ്ങളെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണോ? നിങ്ങളെ പ്രാർത്ഥനക്കുള്ള ഹിജാബത്ത് തരണോ? നിങ്ങളെ കണ്ണുനീര് കണ്ടിട്ട്, പിടയുന്ന ഖൽബ് കണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് റഹ്മത്തായ മഴ തരണോ നബിയേ? നിങ്ങളെ കൂട്ടത്തിലുള്ള നബീവത്തുകാരൻ തൗബ ചെയ്യട്ടെ നബിയേ. നിങ്ങളെ കൂട്ടത്തിൽ ഒരു ഗീബത്തുകാരനുണ്ട് നബിയേ, അവൻ തൗബ ചെയ്യട്ടെ നബിയേ. ഒന്നിരിക്കൽ അവനോട് തൗബ ചെയ്ത് മടങ്ങാൻ പറയുക, അതല്ലെങ്കിൽ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറയൂ നബിയേ. അവൻ പുറത്തു പോവട്ടെ നബിയേ, അവൻ പുറത്തു പോവട്ടെ നബിയേ. ഗീബത്തുകാരേക്കുള്ള സദസ്സിന് അല്ലാഹു മഴ കൊടുക്കൂല, നബീമത്തുകാരേക്കുള്ള സദസ്സിൽ അല്ലാഹു മഴ കൊടുക്കൂല. വീട്ടിൽ സമാധാനമില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ട വാപ്പ, കുടുംബത്തിൽ കഷ്ടപ്പാടാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ, പടച്ച തമ്പുരാൻ എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് തന്നതാണ്, എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു നമ്മളെ ചോദിക്കാതെ എല്ലാം അല്ലാഹു നമുക്ക് തന്നില്ലേ? നമ്മൾ ചോദിക്കാതെ എത്ര അനുഗ്രഹങ്ങളാണ് പടച്ച തമ്പുരാൻ നമുക്ക് വാരിക്കോരി തന്നത്. എന്തേ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ട് നമ്മുടെ വീട്ടിൽ അല്ലാഹു സമാധാനം തരാത്തതെന്താ? നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഒരു സന്തോഷം കാണിച്ചു തരാത്തതെന്താ? നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ പ്രകാശം അല്ലാഹു മറച്ചു വെക്കുന്നതെന്താ? നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു സമാധാനത്തിന്റെ നിലാവെളിച്ചം അല്ലാഹു തരാതെ എപ്പോഴും കുടിസായ പ്രയാസമുള്ള, പ്രതിസന്ധിയുള്ള, കഷ്ടപ്പാടുള്ള, സങ്കടമുള്ള, നൊമ്പരമുള്ള ഒരു കണ്ണുനീര് പുഴയായിട്ട് കുടുംബത്തെ അല്ലാഹു തട്ടിക്കളിക്കാൻ കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകരെ പറയുകയാണ്, ആ കുടുംബത്തിൽ ഒരു ഗീബത്തുകാരനുള്ളത് കൊണ്ടാണ്, ആ കുടുംബത്തിൽ ഒരു നമീമത്തുകാരനുള്ളത് കൊണ്ടാണ്. മാറണം ചെറുപ്പക്കാരാ, മാറി ചിന്തിക്കണം ഈമാനുള്ള പെങ്ങളെ. ഇനി വേണ്ട മോനെ, ഗീബത്തില്ലാത്ത ഹൃദയമായിട്ട് പടച്ചുറപ്പിലേക്ക് അടുക്കാൻ നമുക്ക്. ഒരു നമീമത്ത് പറയാത്ത നാവുമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നമുക്ക്. ഒരു പകയില്ലാത്ത മനസ്സുമായി, ഒരു വൈരാഗ്യമില്ലാത്ത മനസ്സുമായി, മനസ്സിന്റെ അകത്ത് പക കൊണ്ട് നടന്നിട്ട് ലഭിക്കുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തുന്നവരില്ലേ? മനസ്സിന്റെ അകത്ത് പക കൊണ്ട് നടന്ന ആളുകളടിയിൽ വഷളാക്കാൻ ചാൻസ് കിട്ടുമ്പോ അത് ഉപയോഗപ്പെടുത്തുന്നവരില്ലേ? പടച്ച തമ്പുരാൻ അല്ലാഹു കാണുന്നുണ്ടെന്ന ബോധം നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ആരെയും നമ്മൾ അവഗണിക്കാൻ പാടില്ല, ഒരാളെയും ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും അവഗണിക്കാൻ പാടില്ല, ഒരാളെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അത് വാക്കിലൂടെ മാത്രമല്ല, നോട്ടത്തിലൂടെ മാത്രമല്ല, മൗനത്തിലൂടെ വേദനിപ്പിക്കാൻ പാടില്ല. ബോഡി ലാംഗ്വേജിലൂടെ ശരീരത്തെ വേദനിപ്പിക്കാൻ പാടില്ല. ഒരു നോട്ടത്തിലൂടെ, ഒരു മൗനാനുവാദത്തിലൂടെ, ഒരു സമ്മതത്തിലൂടെ മറ്റുള്ളവന്റെ ഹൃദയത്തിൽ കുത്തി നോവിപ്പിച്ച റസൂല് പറയാനില്ല, യഖ്ബലല്ലാഹു ദുആഅഹു. ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം കൊടുക്കൂല, ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കൂല. ഞങ്ങളെ കാക്കണം അല്ലാഹ്, ഞങ്ങളെ കാത്തു രക്ഷിക്കണം നാഥാ, ഞങ്ങൾക്ക് നല്ല കാവല് നൽകണേ റബ്ബേ. അറിവിന്ദിലാവ് കേൾക്കുന്ന 10,000 കുടുംബങ്ങളോട് ഞാൻ പറയുകയാ, മാറണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. വീട്ടിൽ ഒരാളെയും ഗീബത്ത് പറയരുത്. ഗീബത്ത് പറയാത്തൊരു ദിവസം നമ്മുടെ കുടുംബത്തിലുണ്ടായ ആ കുടുംബത്തിന് അല്ലാഹു അന്നത്തെ ദിവസം നല്ല സമാധാനം തരുന്നതാണ്. രാത്രി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നിറങ്ങാതെ രാത്രി സമയത്ത് വൈകി കിടന്നിറങ്ങുന്നവരുണ്ട്. അങ്ങനെ വൈകി കിടന്നിറങ്ങിയിട്ട് മറ്റുള്ളവരെ ചീത്തയും കുത്തുവാക്കുകളും പറഞ്ഞു വെറുതെ സമയം കളയുന്ന
നൽകുന്നവരെ, അവന്റെ ഇശാ നമസ്കാരമോ അവന്റെ സുബഹി നമസ്കാരത്തിനോ അല്ലാഹു ഇജാബത്ത് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? വേണ്ട. ഭവനത്തിന്റെ അകത്തിരുന്ന ഒരാളെ ഗീബത്ത് പറഞ്ഞാല് ആ വീട്ടിലുള്ള പ്രകാശം അല്ലാഹു അണച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ലഭിക്കുന്ന ചാൻസ് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞ ആ യാത്രയിൽ പോലും മാലാഖമാര് നമ്മെ ശപിച്ചിരിക്കും പോലെ, മലക്കുകൾ നമ്മെ ശപിച്ചുകൊണ്ടിരിക്കും. പെങ്ങളെ, ഇത് ഗൗരവത്തോടെ വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയോ? മൊബൈലിലൂടെ കാണുന്നതെല്ലാം ഗീബത്താണ്, മൊബൈലിലൂടെ കേൾക്കുന്നതെല്ലാം ഗീബത്താണ്. വാട്സപ്പ് ഗ്രൂപ്പ് തുറന്നാൽ കേൾക്കുന്നത് മറ്റുള്ളവരെ ചീത്തയാണ്. അല്ലാഹുവേ, യൂട്യൂബ് തുറന്നാൽ കേൾക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചുള്ള കുത്തുവാക്കുകളാണ്. എവിടെ കൊണ്ട് തൗബ ചെയ്യും ചെറുപ്പക്കാരാ? എവിടെ പോയിട്ട് തൗബ ചെയ്യും ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ആരെയാണോ ഗീബത്ത് പറഞ്ഞത്, ആരെയാണോ നമീമത്ത് പറഞ്ഞത്, അവരെ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഗീബത്തുകാരെ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമീമത്തുകാരെ തൗബ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആരെ പറ്റിയിട്ടാണോ നിങ്ങൾ മോശമായി പറഞ്ഞത്, അവരെ തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് അവരോട് ചെന്ന് മാപ്പ് പറയാതെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലോണം ശ്രദ്ധിച്ചോളി, ഞാനടക്കമുള്ളവരിട്ടോ, നമ്മളെല്ലാവരും മൈക്ക് കിട്ടുമ്പോ ആളുകൾ ഇങ്ങനെ ലൈവിലുണ്ടാവുമ്പോ എന്തും പറയാം എന്ന് കരുതിയിട്ട് മറ്റുള്ളവരെ ചീത്ത പറഞ്ഞ, ഞാൻ ആരെ കുറിച്ചിട്ടാണോ പറഞ്ഞത് അവരോട് ചെന്ന് ഞാൻ മാപ്പ് ചോദിക്കും. അവരോട് ചെന്നിട്ട് ലൈവിലൂടെ പരസ്യമായിട്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങളിൽ നിന്ന് ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരാളെ മാത്രം തിരഞ്ഞെടുത്ത് കുറ്റം പറഞ്ഞ, നിങ്ങളെ നാടെവിടെയാണോ, നിങ്ങളെ രാജ്യം എവിടെയാണോ, ജില്ല എവിടെയാണോ, പഞ്ചായത്ത് എവിടെയാണോ, വീട് എവിടെയാണോ, അവിടെ വന്നിട്ട് അവരോട് നേരിട്ട് മാപ്പ് ചോദിക്കണം. അവരോട് നേരിട്ട് മാപ്പ് ചോദിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്കിനി ഞങ്ങളെ കൽബിനെ നന്നാക്കി തരണേ റഹ്മാനെ. ഇങ്ങനെയൊക്കെ ഉണ്ട് ഉസ്താദേ, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ ഗീബത്ത് പറയത്, നമീമത്ത് പറയത്, ഗീബത്ത് പറയത്, നമീമത്ത് പറയത്, എത്ര കേട്ടതാ. അങ്ങനെയല്ല. അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്തുകൾ അറിയണ്ടേ നമ്മള്, അത് പഠിക്കണ്ടേ നമ്മള്. അതുകൊണ്ടാണല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെയാണോ നിങ്ങൾ പറഞ്ഞത്, ആരെയാണോ നിങ്ങൾ പറഞ്ഞത്, ഒരു പക്ഷേ നിങ്ങളെക്കാൾ പാവപ്പെട്ടവനെ ആയിരിക്കും പണക്കാരൻ പറഞ്ഞത്, അതല്ലെങ്കിൽ പെണ്ണിനെ ആയിരിക്കും ആണ് പറഞ്ഞത്, ആണിനെ ആയിരിക്കും പെണ്ണ് പറഞ്ഞത്, ചെറിയവരെ ആയിരിക്കും വലിയവരെ പറഞ്ഞത്. ഞാൻ അവനോട് ചെന്നിട്ട് എങ്ങനെ മാപ്പ് ചോദിക്കാനാ? കിബറ് കാണിച്ചിട്ട് നിൽക്കാൻ പറ്റൂല. ഞാൻ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ, ഞാൻ വലിയ പ്രഭാഷകനല്ലേ, ഞാൻ വലിയ പണക്കാരനല്ലേ, ഞാൻ എങ്ങനെയാണ് അവനോട് ചെന്ന് മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് അതിൽ മടി കാണിച്ചു നിന്നിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ പരലോകത്തെ പരാജയപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവരോട് ചെന്ന് നേരിട്ട് മാപ്പ് പറയാതെ നിങ്ങളെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, നമ്മളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലെ ഈ മയ്യത്തിന് എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണമല്ലോ എന്ന് പറയുമ്പോ ആ മരണ വീട്ടിൽ ഹാജരായവരല്ലേ നമുക്ക് പുറത്തു തരുന്നല്ലോ. പ്രഭാഷണത്തിലൂടെ കുറ്റം പറഞ്ഞവരെ പൊരുത്തം എങ്ങനെയാണ് നമ്മൾ വാങ്ങുന്നത്? ഒരു കമന്റിലൂടെ, ഒരു എഴുത്തിലൂടെ, ഒരു രചനയിലൂടെ, ഒരു പോസ്റ്റിലൂടെ, ഒരു കമന്റിലൂടെ, ലൈക്കിലൂടെ, ഷെയറിലൂടെ ഗീബത്തിന് നമീമത്തിന് സപ്പോർട്ട് ചെയ്തത് അവരോട് ഞങ്ങൾ മാപ്പ് പറയണ്ടേ? നമ്മളെ മരിക്കുമ്പോ അവരൊക്കെ വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ മയ്യത്തിന്റെ സമീപത്ത് അവരൊക്കെ വന്നാലല്ലേ അവരൊക്കെ നമുക്ക് പൊരുത്തപ്പെട്ടു തരികയല്ലോ. അതല്ലാതെ അവരെ പൊരുത്തം എങ്ങനെ വാങ്ങാനാണ്? മറ്റുള്ള വല്ല പാപഭാരങ്ങൾ പേറിയിട്ട് ഖബറിലേക്ക് പോവണ്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ,
മറ്റുള്ള വല്ല പാപഭാരങ്ങൾ പേറിയിട്ട് ഖബറാകും ഇരുട്ടറയിലേക്ക് വീണ്ടും ഒരു ഇരുട്ടടി നമ്മളായിട്ട് കൊടുക്കണ്ട. അല്ലാഹുവേ, ഞങ്ങളാരെയും ഗീബത്ത് പറയൂല, ഞങ്ങളാരെയും ഗീബത്ത് പറയൂല. ഞങ്ങളെ പറഞ്ഞവർക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണമല്ല. ഞങ്ങളെ പറഞ്ഞത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലാഹുവേ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കണമല്ല, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണമല്ല, ഞങ്ങളെ കൽബിനെ നന്നാക്കണേ അല്ലാ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്, നബിയേ, ഈ 3 ദിവസം നിങ്ങൾ ദുആ ചെയ്തല്ലോ, ഈ 3 ദിവസമായി നിങ്ങൾ ദുആ ചെയ്തല്ലോ. 3 ദിവസത്തെ ദുആയിൽ ഞാൻ മഴ തരാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? 3 ദിവസത്തുള്ള പ്രാർത്ഥനയിലും ഞാൻ മഴ തരാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഗീബത്തുകാരൻ നിങ്ങളെ സദസ്സിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് ആരെങ്കിലും ഗീബത്ത് പറയുന്നത് കണ്ടാൽ, മോനെ, അത് പറയാൻ പാടില്ല മോനെ. നിങ്ങളെ ഭാര്യ ഗീബത്ത് പറയാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെ ഭർത്താവിന്റെ ഗീബത്ത് പറയാൻ പെണ്ണെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെ മരുമക്കളെ ഗീബത്ത് പറയാൻ ഉമ്മമാരെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെ മാതാപിതാക്കളെ ഗീബത്ത് പറയാൻ മരുമക്കളെ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളെ മക്കളെ, പേരമക്കളെ, മരുമക്കളെ, കൂട്ടുകുടുംബങ്ങളെ, കൂടപ്പുറപ്പുകളെ, ആ കുടുംബത്തിന്റെ അകത്ത് വന്ന് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അടുക്കളയിൽ ഇരുന്നുകൊണ്ട് വേണ്ട ചെറുപ്പക്കാരാ, സുബഹി നമസ്കരിച്ചുകൊണ്ട് കുനൂത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ച റഹ്മത്തിന്റെ പ്രകാശം ഒരു ഗീബത്തുകാരന്റെ വാക്കിലൂടെ നഷ്ടപ്പെടുത്താൻ പാടില്ല മോനെ. ളുഹർ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് മുസല്ലയിലേക്ക് വീണുകൊണ്ട് പടച്ച തമ്പുരാന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തിയ എന്റെ പാവപ്പെട്ട ഉമ്മ, അറിവിന്ദിലാവ് എത്രയോ പ്രായമായിട്ട് പോലും ഉസ്താദേ ഈ പ്രോഗ്രാമിന്റെ മുമ്പിലിരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, ദീർഘായുസ് കൊടുക്കണമല്ല, ആഫിയത്ത് കൊടുക്കണമല്ല. അവർ നമസ്കാരത്തിന്റെ സമയമാകുമ്പോ നമസ്കാരത്തിന് മുന്നിട്ട് വരുമല്ലോ. നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന റഹ്മത്താണ്, നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന ബർക്കത്താണ്. ആ ബർക്കത്തിന്, റഹ്മത്തിന് ഒരു ഗീബത്തിലൂടെ നമീമത്തിലൂടെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ബിഹഖി നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആ ഒരു തീരുമാനം നമുക്ക് എല്ലാവർക്കും വേണം. അടുക്കള ഉമ്മമാരെ കയ്യിലാണ്, ഉമ്മമാര് തീരുമാനിക്കാം. ഈ അടുക്കളയിലേക്ക് ഗീബത്ത് അടുപ്പിക്കില്ല, ഉമ്മമാര് തീരുമാനിച്ചാൽ മതി, ഉമ്മമാര് തീരുമാനിച്ചാൽ മതി. അങ്ങനെ അടുക്കള റഹ്മത്തുള്ള അടുക്കളയിലെ ബാപ്പമാര് തീരുമാനിക്കാം. സ്വീറ്റ് ഔട്ടിലേക്ക് ഒരൊറ്റ ഗീബത്തുകാരനെ അടുപ്പിക്കൂല. ഇനി അഥവാ വന്നാലോ, അതിങ്ങനെ പറയുകയാണെങ്കിൽ വിഷയം മാറ്റിയിട്ട് ഇൻഷാ അല്ലാഹ് വേറെ റൂട്ട് പെട്ടിട്ട് വിടുക. അപ്പൊ സിറ്റ് ഔട്ടിൽ ഇൻഷാ അല്ലാഹ് ഗീബത്തില്ല. വീട്ടിന്റെ അകത്ത് ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ചില ഭാര്യമാരുണ്ട്, ഉമ്മമാരെ പറ്റിയിട്ട് ഇങ്ങനെ സ്വറ പറഞ്ഞു കൊടുക്കണം. അടുപ്പിക്കരുത്, അങ്ങനത്തെ വാക്ക് പറയാൻ സമ്മതിക്കരുത്. നമ്മള് പറ്റുള്ളവരെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞു കൊടുക്കുന്നത് ചില ഉമ്മമാരുണ്ട്. മരുമക്കളെ പറ്റിയിട്ട്, മരുമകളെ കുറിച്ചിട്ട് ഭർത്താവിനോട്, പ്രിയപ്പെട്ട മോനോട് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ തെറ്റാണ്. ഇതൊക്കെ ഒരു വീട്ടിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് വീട്ടിലൊന്നും കഷ്ടപ്പാടാ, പിന്നെ വീട്ടിലൊന്നും സങ്കടം. എങ്ങനെ സങ്കടം മാറണം, എങ്ങനെ കഷ്ടപ്പാട് മാറണം? കുറ്റപ്പെടുത്തിയതല്ലോ, നിങ്ങൾ ഒരാളെയും കുറ്റപ്പെടുത്തിയതല്ല. പക്ഷെ അങ്ങനെയൊക്കെ ഇല്ലേ പ്രിയപ്പെട്ടവരെ? പല വീടുകളിലും അങ്ങനെയൊക്കെ ഇല്ലേ? നമ്മൾ യാസീൻ ഓതുന്നു, നമ്മൾ തബാറക് ഓതുന്നു, നമ്മൾ ഹദ്ദാദ് ചൊല്ലുന്നു, എല്ലാ ദിവസവും മറവിനിലാവ് കാണുന്നു, എന്തെല്ലാം നന്മകളുടെ ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ നന്മകളൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അതൊക്കെ പൊളിഞ്ഞു പോകുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അപ്പോ ഒരു ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മറ്റൊരു അദാബ് കൂടെ പറയുകയാണ്.
ഗീബത്തും നമീമത്തുമായി നടന്നാൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ അവരോട് മാപ്പ് ചോദിക്കേണ്ടത്? ഇപ്പൊ ഞാൻ ഒരാളെ ഗീബത്ത് പറഞ്ഞാൽ ഞാൻ അവരോട് നേരിട്ട് എന്ന് മാപ്പ് ചോദിക്കണം. പിന്നെ നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, അറിയാതെ പറഞ്ഞതാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം. എന്തോ ഇബ്ലീസിന്റെ ഷർറിൽപ്പെട്ട് പറഞ്ഞു ഇതാണ്, സാരമില്ല, നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം എന്നൊരു വാക്ക് നമ്മൾ ഒരു ഞാനോനോടോ ഇബ്ലീസ് പണ്ട് സ്വർഗത്ത് എന്ന് പറഞ്ഞില്ലേ, മണ്ണിനാല് പടച്ച ആദമിന്റെ മുമ്പിൽ അലൈഹിസ്സലാം തീനാല് പടച്ച ഞാനോ ആദമിന്റെ മുമ്പിലോ. എന്തേ അവസാനം ഉണ്ടായത്? എല്ലാം കഴിഞ്ഞില്ലേ? എല്ലാ അഹങ്കാരം അല്ലാഹു തീർത്തില്ലേ? ഇതേ പ്രകാരമാണ് ഞാൻ അവരോട് മാപ്പ് മറ്റേ വരും നമ്മൾ പറയലില്ല ഒരു വാക്ക്, അങ്ങനെയാ മാപ്പ് ചോദിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ മടി കാണിക്കരുത്. നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവനോട് എങ്ങനെ മാപ്പ് ചോദിക്കാം? അവൻ ഇങ്ങോട്ട് വേണമെങ്കിൽ മാപ്പ് ചോദിച്ചോട്ടെ, ഞാൻ ഓനിലേറെ വലിയ ആളല്ലേ, ഞാൻ വലിയ ആളല്ലേ, ഞാൻ വലിയ പണക്കാരനല്ലേ, അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് അല്ലാഹു പരലോകത്ത് രക്ഷ തന്നെങ്കിൽ നമ്മൾ അവരോട് മാപ്പ് ചോദിച്ചേ പറ്റൂ, നമ്മൾ അവരോട് പൊരുത്തപ്പെടിപ്പിച്ചേ പറ്റൂ. അത് അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാർഗവും ഇല്ല, അതങ്ങനെ തന്നെയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഗീബത്ത് പറഞ്ഞാൽ തൗബ ചെയ്യൽ എങ്ങനെയാണ്? ഇനി അത് പഠിക്കാൻ നമുക്ക് അല്ലാഹുവേ ചെറുകാല സ്വപ്നകാലഘട്ടത്തെ ഗീബത്തുകൾ നമീമത്തുകൾ അറിയാതെ വന്നുപോയി കലാലയങ്ങളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരന്റെ നെഞ്ചത്ത് കയറി കൂട്ടുകാരനെതിരെ ഗീബത്തും നമീമത്തും തമാശയിലൂടെ വാക്കിലൂടെ പറഞ്ഞവരാണ് പലപ്പോഴും നമ്മളെ. ഇതൊക്കെ ഇങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാനാണ് ഉസ്താദേ. അവര് വേറെ ലോകത്താണ്, ഞങ്ങൾ വേറെ ലോകത്താണ്. കലാലയ മുറ്റത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും പലതും ഞങ്ങൾ പറഞ്ഞതാണ്. ഇതൊക്കെ എങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാനാണ് ഉസ്താദ്? അവര് ഞങ്ങളും കാണുന്നില്ലല്ലോ, കണ്ടാലല്ലേ പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഭർത്താവ് ഭാര്യയെ കുറിച്ച് പറഞ്ഞെങ്കിൽ നേരിട്ട് പൊരുത്തപ്പെടിപ്പിക്കാം അല്ലേ, സോറിടാ എന്ന് പറഞ്ഞിട്ട് പൊരുത്തപ്പെടിപ്പിക്കാം. ഇതിപ്പോ കലാലയങ്ങളിൽ 10ാം ക്ലാസ്സിലൊക്കെ പഴയ കാലത്ത് ഓത്തുപള്ളിയിലൊക്കെ പഠിച്ച കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊക്കെ ഉണ്ടാകുമല്ലോ, മനുഷ്യനാണല്ലോ, നമ്മളൊക്കെ ചെറുതായി വലുതായതല്ലേ. അപ്പോ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പൊ എങ്ങനെ പൊരുത്തപ്പെടിപ്പിക്കാം? പോലെ തെരഞ്ഞു പോണ്ടി വരും. അല്ലെങ്കിൽ ആ 2010 അല്ലെങ്കിൽ 1992 ഒരു ബാച്ച് മീറ്റിംഗ് വെക്കുക. എന്തിന്? ഗീബത്തിന്റെ മീമത്തും പൊരുത്തപ്പെടിപ്പിക്കുക. അത് നല്ല രസമാണ്. ബാച്ച് മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. എന്തിനാ ബാച്ച് മീറ്റിംഗ്? ഗീബത്തിന്റെ മീമത്തൊക്കെ പൊരുത്തപ്പെടിപ്പിക്കുക. അതിനായിട്ട് അവര് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്താ ചെയ്യാം? അന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണമെങ്കിൽ എന്താ കാട്ടുക ഉസ്താദേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മാർഗം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസുകൾക്കോ പ്രിയപ്പെട്ടവരെ, അം തഹ്ഫദ സമാഇൽ ഗൈബാ, നിങ്ങൾ ഗീബത്ത് പറയലും കേൾക്കലിനെ തൊട്ടും നിങ്ങളെ ശരീരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് മുത്ത് റസൂലുള്ളാഹിനോട് ഒരു പ്രിയപ്പെട്ടവർ ചോദിച്ചു, നബിയേ, ഞങ്ങളെ പറഞ്ഞു പോയ ആളുകൾ മരിച്ചു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും നബിയേ? ഞങ്ങൾ പഴയ കാലത്ത് ഗീബത്ത് പറഞ്ഞിരുന്നവരും മരിച്ചു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും റസൂലേ? ഞങ്ങൾ എന്ത് ചെയ്യും നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആരെ കുറിച്ചാണോ ഗീബത്ത് പറഞ്ഞത് അവനോട് മാപ്പ് ചോദിക്കണമെന്നല്ലേ? അവര് മരിച്ചു പോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കഫാറത്തു, മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കഫാറത്തു മൻ ഇഗ്തബതഹു അൻ തസ്തഗ്ഫിറ ലഹു. രണ്ട് രൂപത്തിലുള്ള പ്രതിവിധിയാണ് മഹാനവറുകൾ പറഞ്ഞു തരുന്നത്. രണ്ട് രൂപത്തിലുള്ള മാർഗമാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഒരാളെ ഗീബത്ത് പറഞ്ഞു, നമ്മൾ ഒരാളെ ഫസാദ് പറഞ്ഞു, ആ പറഞ്ഞവര് മരണപ്പെട്ടു പോയി, നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? രണ്ട് രൂപത്തിലുള്ള പ്രതിവിധിയാണ് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയട്ടെ. ഒന്നാമത്തത് എന്താണെന്നറിയോ? ഒന്നാമത്തത് എന്താണെന്നറിയോ? അൻതസ്നാ അലൈഹി വതദഊ ലഹു ബിഖൈർ.
ആരെയാണോ നിങ്ങൾ ഗീബത്ത് പറഞ്ഞത് അവന്റെ പോരിശ പറയലാണ്, അവന്റെ നന്മ പറയലാണ്, അവന്റെ മഹത്വം പറയലാണ്, അവനെ പുകഴ്ത്തി പറയലാണ്. അറിവിന്ദിലാപ് കേൾക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ജീവിതത്തിന്റെ നികലമായ കാലഘട്ടത്തിലൂടെ നമ്മൾ കഴിഞ്ഞു പോകുമ്പോ ബിസിനസ് മേഖലയിലൂടെ, കൃഷി മേഖലയിലൂടെ, കച്ചവട മേഖലയിലൂടെ, വിദ്യാഭ്യാസ മേഖലയിലൂടെ, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ, സംഘടനാ പ്രവർത്തനത്തിലൂടെ, ഏത് രൂപത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണെങ്കിലും ഗീബത്തുൽ നമീമത്തും വന്നു കഴിഞ്ഞാ അതിൽ നിന്ന് പറഞ്ഞവരെ മരണപ്പെട്ട് കഴിഞ്ഞാ അവരുടെ തൗബ കിട്ടാതെ, അവരുടെ പൊരുത്തം കിട്ടാതെ, അവരുടെ മാപ്പ് കിട്ടാതെ മഹാനായ ഇമാമുനാ ഗസാലി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഭാഗം പറയുകയാണ്, അൻതസ്നാ അലൈഹി വതദഊലഹു ബിഖൈർ. നിങ്ങൾ ഗീബത്ത് പറഞ്ഞവനില്ലേ, നിങ്ങൾ മുമ്പ് ഗീബത്ത് പറഞ്ഞവനില്ലേ, അവന്റെ നന്മ പറയണേ മക്കളെ. വസാലിമാമ ശിഷ്യന്മാരോട് പറയുകയാണ്, വസാലിമാമ പറയട്ടെ, അവരുടെ നന്മ നിങ്ങൾ പറയണേ, അവരുടെ മഹത്വം നിങ്ങൾ പറയണേ. ആ മഹത്വത്തിലൂടെ, ആ നന്മയിലൂടെ, ആ പോരിശയിലൂടെ നിങ്ങൾ പറഞ്ഞു പോയ ഗീബത്തിന് അല്ലാഹു പുറത്തു തന്നേക്കാം, അല്ലാഹു പുറത്തു തന്നേക്കാം. മാഷാ അല്ലാഹ്. എങ്ങനെ നമ്മൾ ഒരാളെ ഗീബത്ത് പറഞ്ഞു, ഒരാളെ ചീത്ത പറഞ്ഞു, ഓൻ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ്, ഓനെന്നെയാണ് അങ്ങനെ, ഓനെന്നെയാണ് ഇങ്ങനെ, ഓനെന്നത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കുറെ പറഞ്ഞു. അല്ലാ, അയാൾ മരിച്ചു പോവുകയും ചെയ്ത്. ഇനിയിപ്പോ എന്താ ചെയ്യാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ലാ, ഓൻ നല്ലോണം എണീറ്റോ, ആ ഓൻ അങ്ങനത്തെ ഓൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്ത്, ഓൻ അങ്ങനെ എണീറ്റോ, ഓനെന്നെയാണത് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞു കൊടുത്ത്, ഓ നല്ല ആളാ, ഓൻ അങ്ങനത്തെ എണീറ്റോ, അല്ലാ ഓ മരിച്ചല്ലോ, അല്ലല്ലാ നല്ലൊരു മനുഷ്യനെണീറ്റോ. ഓന്റെ നന്മ എന്തുണ്ടോ അത് പറയാം, നന്മ പറഞ്ഞാൽ മതിട്ടോ. നല്ലൊരു കള്ളുടിയാനാണ്, ഓന് കള്ളും കൂടി കുടിച്ചാത്തവനാണ്, അങ്ങനെ നന്മ പറഞ്ഞിട്ട് വഷളാക്കരുത്. അങ്ങനെ നന്മ പറയാം, ഉള്ളത് പറയാം, ഉള്ള നന്മ പറയാം. ഇല്ലാത്ത നന്മ പറയാം, കളവ് വാരി കൂട്ടണം, അത് പറയണ്ട. നല്ലൊരു കള്ളുകൂടിയാൻ കൂട്ടിയിട്ട് അങ്ങനെ പറയണ്ട. അപ്പോ ഒരാളെ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ പിന്നെ അവന്റെ നന്മ പറയണം. ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ മനസ്സ് ഉറപ്പുള്ളവർക്കാൻ സാധിക്കോ പ്രിയപ്പെട്ടവരെ? സാധിക്കാൻ കുറച്ച് പാടാ. തെറ്റി നടക്കുന്ന പോലെ നന്മ പറയണമെങ്കിൽ ഓരെ ഇങ്ങള് എന്നോട് വിളിക്കണമെങ്കിലേ മനസ്സിന് കുറച്ചൊരു ഇമാമാണ്. അതെങ്ങനെയാണ്? ആ ഹൈവാന്, ആ ചെയ്താന് അങ്ങനെ പറയുള്ളൂ, ഓന് എന്നൊക്കെ പറയുള്ളൂ. അവര് ഇങ്ങള് എന്നോട് കൂട്ടി പറയണമെങ്കിൽ കുറച്ച് ഇമാമയാണ്. അപ്പൊ ആരെയാണോ നമ്മൾ പറഞ്ഞത് അവരുടെ നന്മ പറയാം. അപ്പൊ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇക്ക അങ്ങനെയാണ്, എന്റെ ഇക്ക നല്ലവരാണ്, എന്റെ ഇക്ക നല്ല ആളാ എന്ന് പറഞ്ഞിട്ട് ഇക്കാന്റെ മഹത്വം അങ്ങനെ പറയാം. ഇക്കാന്റെ മഹത്വം ഉള്ളത് പറഞ്ഞാൽ മതി, ഉള്ളത് പറഞ്ഞാൽ മതി. മാഷാ അല്ലാ. ഇല്ലാത്തത് ഇങ്ങനെ പറയുമ്പോ എന്റെ ഇക്ക അങ്ങനെയാണ്, ഇങ്ങനെയാണ്, തീരെ ചെലവിന് തരാത്ത ആളായിക്കാരാം. എന്നിട്ട് ആ കുറ്റം കുറവൊക്കെ നമ്മൾ കുറെ ആൾക്കാരോട് പറഞ്ഞിരുന്നുണ്ടാവും. അല്ലാണ്ട് റസൂല് പറഞ്ഞത് അങ്ങനത്തെ പറയരുത് എന്നാണ്. മറ്റുള്ളവരോട് പറഞ്ഞ് കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടി നമ്മളത് ഗീബത്ത് വരാത്ത രൂപത്തിൽ പറയണം, അത് ശരി. പക്ഷേ മൂപ്പരെങ്ങനെയാണ്, മൂപ്പരെങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കുറെ കുറ്റം പറഞ്ഞെടുത്തിട്ടുണ്ട്. മൂപ്പര പൊരുത്തം വാങ്ങ എങ്ങനെ? മൂപ്പര എല്ലാ ദിവസവും ഇവിടെ മട്ടൻ ബിരിയാണി കൊണ്ടുവരലുണ്ട്, ഉച്ചക്ക് മട്ടൻ ബിരിയാണിയാണ്, രാത്രി ചിക്കൻ ബിരിയാണി. ഇത് കേൾക്കുമ്പോ മൂപ്പരക്ക് തന്നെ മനസ്സിലാവും ഇത് എനിക്ക് പാരൊക്കെയാണെന്നുള്ളത്. അങ്ങനെയാവരുത്, ഉള്ളത് പറയാം, ഉള്ള നന്മ പറയാം. അപ്പൊ ഭർത്താവിനെ കുറിച്ചിട്ട് കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭർത്താവിന്റെ നന്മ പറയാം. പെണ്ണിനെ കുറിച്ചിട്ട് കുറെ കുറ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ ആലോചിച്ചോളി, പെണ്ണിന്റെ നന്മ പറയാം. പെണ്ണിന്റെ നന്മ ഉസ്താദേ ഞാനോ ഓളെ പറ്റിട്ടോ? അങ്ങനെയല്ല, ഓളെ പറ്റിയിട്ട് നന്മ പറയാൻ നമുക്ക് മനസ്സ് കാണിക്കണം. അതെങ്ങനെയാണ്? നമ്മുടെ ഭാര്യയെ കുറിച്ചിട്ട് നമ്മൾ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ നന്മ പറയാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അവിടെയാണ് ഒരു സ്വലാഹിയത്തുള്ള ഈമാനിന്റെ പ്രകാശം, ഹൃദയത്തിൽ നിന്ന് കെട്ടുപോവാത്ത ഈമാനുള്ള ഒരു ഭർത്താവിന്റെ അടയാളം. അങ്ങനെയാണ്. ഞാൻ ഓളെ നന്മ പറയാം, അങ്ങനെ ആവരുത്, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അപകടം വരുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയട്ടെ, അംതസ്നാ അലൈഹി വതദഊനഹു ബിഖൈർ. മാഷാ അല്ലാഹ്.
മാഷാ അല്ലാഹ്. ആലോചിച്ചോക്കിയേ. അപ്പോ പ്രിയപ്പെട്ട ഉമ്മമാർ, മരുമകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരുമകളെ നന്മ പറയാം. ഉമ്മമാരെ കുറിച്ചിട്ട് മരുമക്കളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരെ കുറിച്ചിട്ട് നന്മ പറയാം. ശ്രദ്ധിക്കണം നമ്മൾ. പിന്നെയോ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ് വതദഊനഹു ബിഖൈർ, അവർക്ക് വേണ്ടി നിങ്ങൾ ഖൈറിനെ ചോദിക്കണേ, അവർക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മഹാനായ ഇമാമുനാ ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനിയോ ഗീബത്ത് പറഞ്ഞവര്, നമീമത്ത് പറഞ്ഞവരെ ശ്രദ്ധിക്കുക. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, അങ്ങനെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാണ്, മാഷാ അല്ലാഹ് കഫാറത്തു മൻ ഇഗ്തബതഹു അൻ തസ്തഗ്ഫിറ ലഹു. നിങ്ങൾ പറഞ്ഞ ആള് മരണപ്പെട്ടു പോയാൽ, നിങ്ങൾ ഗീബത്ത് പറഞ്ഞവരെ മരിച്ചു പോയാലേ അവരുടെ ഖബറിനുള്ള സമീപത്ത് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. അല്ലാഹുവേ അറിയാത്ത കാലത്ത് ഞാൻ പലതും പറഞ്ഞു പോയി. അറിയാത്ത കാലത്ത് ഞാൻ പലതും പറഞ്ഞു പോയിട്ടുണ്ട് റഹ്മാനെ, അറിയാതെ പറഞ്ഞതാണ് റബ്ബേ, എല്ലാം പുറത്തു തരണമല്ലാ. മാപ്പ് ചോദിക്കണമെന്ന ആഗ്രഹമുണ്ട് നാഥാ, മാപ്പ് ചോദിക്കണമെന്ന മനസ്സിന്റെ അകത്ത് വല്ലാത്ത ആഗ്രഹമുണ്ട് നാഥാ. പക്ഷേ പറയപ്പെട്ടവരെ മരിച്ചുപോയോ റഹ്മാനെ, ഞാൻ പറയുന്നവരെ മരിച്ചുപോയല്ലോ റഹ്മാനെ, അതുകൊണ്ട് അവനെ പുറത്തു കൊടുക്കണമല്ലാ. അറിയാതെ കാലഘട്ടത്തിൽ ഞാൻ പല ഗീബത്തുകളും പറഞ്ഞു പോയതാണ്, അവനെ പൊരുത്തപ്പെട്ട് കൊടുക്കണമല്ലാ, അവനെ പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ. മഹാനായ ഇമാമുനാ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കട്ടെ, തസ്തഗ്ഫിറ ലഹു, നിങ്ങൾ അവനക്ക് വേണ്ടി പൊറുക്കലിനെ തേടലാണ്. ആ പൊറുക്കലിനെ തേടലിലൂടെ ഒരുപക്ഷേ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. പുറത്തു തരുമെന്ന ഉറപ്പ് പറയുന്നില്ല, പുറത്തു തരുമെന്ന ഉറപ്പ് പറയുമല്ല, ഒരുപക്ഷേ പുറത്തു തന്നേക്കാം. നാളെ പരലോകത്ത് അവര് രണ്ടുപേരും കടന്നു വരുമ്പോ, അല്ലാഹുവേ ഇവനെന്നെ ജനങ്ങൾക്കിടയിൽ മാനം കെടുത്തിയവനാണ്, ഇവനെന്നെ ജനങ്ങൾക്കിടയിൽ വഷളാക്കിയവനാണ്, ഇവനെന്റെ കുടുംബ ബന്ധത്തെ അകറ്റിയവനാണ്, ഇവനാണ് റബ്ബേ എന്നെയും എന്റെ ഭർത്താവിന്റെ ഇടയിലും തെറ്റിദ്ധാരണകൾ പരത്തിവെച്ചത് ഇവനാ, എന്റെയും എന്റെ ഭാര്യയെയും പിണക്കിയത് ഇവനാ, ഈ ഉമ്മയെയും മരുമകളെയും പിണക്കിയത് ഇവരാണ്, ഈ കുടുംബ ബന്ധം തകർത്തെറിഞ്ഞത് ഇവരാണ്, എന്റെ കൂട്ടുകാർക്കിടയിൽ പിണക്കമുണ്ടാക്കിയവനവനാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ കോടതിയിൽ പരാതിക്കെട്ടുകൾ നമുക്കെതിരെ വരുമ്പോ, അല്ലാഹുവിന്റെ ലോകത്തിനെന്ന് മാലാഖമാര് രണ്ട് ഭാഗത്തും പിടികൂടിയിട്ട് നമ്മൾ ചെയ്തു പോയ സുഹൃതങ്ങളിൽ നിന്ന്, നന്മകളിൽ നിന്ന് അവർ ഇഷ്ടപ്പെടുന്ന നന്മകളെ അല്ലാഹു അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ചേർത്തി കൊടുക്കുമെന്നാണ്. അങ്ങനെ ചേർത്തി കൊടുക്കാതിരിക്കണമെങ്കിൽ, പരലോകത്തിൽ നിന്ന് മാലാഖമാരെ പിടിയിൽ പെടാതിരിക്കണമെങ്കിൽ ആരെയാണോ പറഞ്ഞു പോയിട്ടുള്ളത്, ആരെയാണോ പറഞ്ഞു പോയിട്ടുള്ളതല്ല, അവരോട് പൊറുക്കലിനെ തേടണേ, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. അവരെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഖബറിന്റെ സമീപത്തിയുള്ള അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടണേ. അങ്ങനെയല്ലാതെ അല്ലാഹുവിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കൂല. ഇത്രയും വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ, ഇത്രയും വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. അറിവും നിലാവിലൂടെ ഓരോ അറിവുകൾ നമ്മൾ പഠിച്ചെടുക്കുമ്പോ, അല്ലാഹുവേ ഇതൊക്കെ ജീവിതത്തിന്റെ മാറ്റത്തിനൊരു കാരണമാവട്ടെ അല്ലാ. ഇതെല്ലാം എന്റെ ഖൽബ് നന്നാക്കാൻ വേണ്ടിയാണ്. ഉസ്താദ് ഒരാളെയും ചീത്ത പറഞ്ഞതല്ല, എന്റെ ഹൃദയം നന്നാവാൻ വേണ്ടിയുള്ള ഭാഗമാണ് റബ്ബേ.
എന്റെ ഖൽബ് നന്നാവാനുള്ള വാളാണ് നാദാ. എന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം കടന്നു വരാനുള്ള പ്രഭാഷണമാണ് നാദാ. ഇനി എന്റെ ജീവിതത്തിൽ തെറ്റ് വരൂല, ഇനി എന്റെ ജീവിതത്തിൽ ഗീബത്ത് വരൂല, ഇനി എന്റെ ജീവിതത്തിൽ നമീമത്ത് വരൂല. ഒരു ഫസാദില്ലാതെ നല്ല മനസ്സോടെ ജീവിച്ച് നല്ല മനസ്സോടെ ഭരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമല്ലോ. ഞങ്ങളെ അനുഗ്രഹിക്കണേ നാദാ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ്, ഗീബത്തുകാർ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന് അല്ലാഹു ഉത്തരം കൊടുക്കില്ല. നമീമത്തുകാർ സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ അല്ലാഹു ഉത്തരം കൊടുക്കില്ല. അല്ലാഹുവേ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു, അവരുടെ ദുആ എനിക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കില്ല. പിന്നെ അവര് എങ്ങനെയാ റബ്ബേ ഇതിനൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണ്ടേ? ഇപ്പൊ കള്ളു കുടിച്ചാല് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്താ അസ്തഗ്ഫിറുല്ലാഹി അലൈഹി, അല്ലാഹ് പറ്റിപ്പോയി റബ്ബേ, പറ്റിപ്പോയതാണ്, നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹുവിനോട് നമ്മൾ മനസ്സറിഞ്ഞ് തൗബ ചെയ്താല് അള്ളാഹു ചിലപ്പോൾ നമുക്ക് പൊരുത്തപ്പെട്ട് തരും. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്, അള്ളാഹു പൊരുത്തു തരും. പക്ഷെ സൃഷ്ടികളോട് ചെയ്തത് അങ്ങനെയല്ല. സൃഷ്ടികളോട് ചെയ്തത് സൃഷ്ടികളോട് തന്നെ തീർക്കണം. സൃഷ്ടാവിനോട് ചെയ്തത് സൃഷ്ടാവിനോട് തീർക്കണം. സൃഷ്ടികളോട് ചെയ്തത് എങ്ങനെ? കാശ് കടം വാങ്ങിപ്പോയി, പിന്നെ ഒരു അഡ്രസ്സും ഇല്ല, ഫോൺ വിളിച്ചിട്ടെടുക്കുന്നില്ല, തരാന്ന് പറഞ്ഞ ഡേറ്റിന് പിന്നെ ആളെ കാണുന്നില്ല, ആള് ഹയാത്തിൽ ഉണ്ടോന്ന് തന്നെ അറിയില്ല. അതല്ലെങ്കിൽ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി, അതല്ലെങ്കിൽ നാളെ തരട്ടെന്ന് പറഞ്ഞിട്ട് രാത്രി സമയത്തൊക്കെ വരിക കാശ് വാങ്ങാന്. രാത്രി സമയത്ത് 2, 3, 4 മണിക്കൊക്കെ വരും, പുറച്ചൊക്കെ വരും കടം കൊണ്ടുപോകാന്. പിന്നെ അത് വാങ്ങണമെങ്കിൽ പിന്നെ നമ്മള് 1000 രൂപയുടെ 2000 രൂപയുടെ അടിച്ച് നമ്മൾ അങ്ങോട്ട് തേടി പോണ്ടി വരും. അങ്ങനത്തെ അവസ്ഥ നമ്മൾ വരുത്തരുതേ, അങ്ങനത്തെ അവസ്ഥ നമ്മൾ വരുത്തരുതേ. അത് സൃഷ്ടികളോടുള്ള കടമകളാണ്. സൃഷ്ടികളോട് തീർക്കേണ്ട കടമകളെ സൃഷ്ടികളോട് തന്നെ തീർക്കണം. അതങ്ങനെയാണ്. സൃഷ്ടികളെ കുറിച്ചിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ട്, ഇവിടെ സ്വർണ്ണം കാട്ടിയ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി, അല്ലാഹ് പിന്നെ അതിനെ കുറിച്ച് യാതൊരു വിവരം ചോദിക്കുമ്പോ എന്റെ ഒരു സ്വർണ്ണം, എന്റെ ഒരു സ്വർണ്ണം എനിക്കെന്നുള്ളൂ ഇവിടെ സ്വർണ്ണം അങ്ങനെ പറഞ്ഞിട്ട് നൈസായിട്ട് ചില കള്ളന്മാരെങ്ങനെ എന്റെ ഒരു 1000 രൂപ, ഈ 1000 രൂപ എങ്ങനെ ഉണ്ടാക്കിയെന്നില്ല ഇവനറിയില്ലല്ലോ. പകല് മുഴുവൻ പാടത്ത് വളരെ പ്രയാസപ്പെട്ട് വെയിലും കൊണ്ടുണ്ടാക്കിയ കാശാണ്. അതെങ്കിൽ പ്രവാസ ലോകത്ത് നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. അതല്ലെങ്കിൽ നാട്ടിലെ ബസ് ഓടിച്ചിട്ടും ഡ്രൈവറായിട്ടും ഓട്ടോറിക്ഷ ഓടിച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കിയ കാശാണ്. എന്നിട്ട് അതിനൊരു 100 രൂപ ചോദിച്ചു. ആ 100 രൂപ ചില ആളുകൾ എങ്ങനെയാണ്, നല്ല വളവന്മാരാണ്. 5 ആളിന് 100 രൂപ വാങ്ങിയ 500 രൂപയല്ലേ. 100 രൂപ ആകുമ്പോ ചോദിക്കാൻ എങ്ങനെ 100 രൂപ ചോദിക്കുക? അങ്ങനത്തെ ഒരു മടി ഉണ്ടാവും മാന്യന്മാർക്ക്. അല്ല പങ്കാളി ചെന്നിട്ട് കൊളർ ചെന്നിട്ട് എടുക്കടാൻ്റെ 100 അറിയാം നമ്മൾ ഇല്ലല്ലോ, ഒരു മാന്യത ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ 100 രൂപ വാങ്ങിയിട്ട് ചോദിക്കുമ്പോ ഇന്ന് വൈകുന്നേരം തരാറ്, അല്ല മോനെ ഈ എന്റെ അടുത്ത് വാങ്ങി 100 അതിന്റെ ഒരു 100 അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടും ആളുകൾ. പാടില്ല പ്രിയപ്പെട്ടവർ, പാടില്ല. 1 രൂപയാണെങ്കിലും അത് കൊടുത്തു വിട്ട. നമ്മൾ ചിലപ്പോ കണ്ടില്ലേ, നമ്മൾ ചില കടയിൽ കയറിയിട്ട് നിങ്ങൾ 1 രൂപ ഇങ്ങോട്ട് തരാനായിട്ട് കടക്കാര്, നിങ്ങൾ പിന്നെ വരുമ്പോ തന്നാ മതി. പിന്നെ നമ്മൾ ആ വൈക്ക് പോകുന്നുണ്ടാവും ചിലപ്പോ നമ്മൾ വിദൂരെ. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? ഇൻഷാ അല്ലാഹ് പോരല്ലേ വേണ്ടത്, അവരോട് പറയാം ഇൻഷാ അല്ലാഹ് വരികയാണെങ്കിൽ തരാം, ഇല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടിര. അങ്ങനെ പറയണം, അങ്ങനെ പറയണം നമ്മൾ. ഇങ്ങനെയാണ് ഇപ്പൊ കണ്ടക്ടർമാരൊക്കെ കൊടുങ്ങുമല്ലോ. കാരണം 50 പൈസന്റെ കേസിൽ അല്ലെങ്കിൽ €1 കേസിൽ കണ്ടക്ടർമാർ മാത്രമല്ല കച്ചവടക്കാരാണെങ്കിലും നമ്മൾ അങ്ങോട്ടാണെങ്കിലും. കാരണം എന്താ, ചിലപ്പോ 50 പൈസ തരാണ്ടാവും, 50 പൈസ നമുക്ക് പിന്നെ എടുക്കട്ടോ, പിന്നെന്ത്. അങ്ങനെ ആവരുതേ. ഇൻഷാ അല്ലാഹ് ഒന്നിരിക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് അത് പൊരുത്തപ്പെട്ടെടുക്കുക. 50 പൈസക്ക് 50 പൈസ, 50 പൈസക്കൊക്കെ പൊരുത്തപ്പെടിപ്പിക്കണം. 50 പൈസക്കൊക്കെ €1 കോൾ അല്ലെങ്കിൽ 5 മിനിറ്റ് സംസാരിച്ചിട്ട് പൊരുത്തപ്പെടിക്കേണ്ടി വരും. ഇതൊക്കെ എവിടെ കാണുന്നറിയൊക്കെ അള്ളാഹുവിന്റെ ലോകത്തെത്തുമ്പോ പരലോകത്തെത്തുമ്പോ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കായിരിക്കും. അള്ളാഹുവേ
ഞങ്ങൾ തിരുരങ്ങാടി ഇവിടെ അടുത്തുള്ള പുഴയിൽ ഒരു വാപ്പയും കുട്ടിയും വെള്ളത്തിൽ പോയി, ഇതുവരെ കിട്ടിയിട്ടില്ല. എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ദ്വാരിക്കണം. അള്ളാഹു സലാമത്താക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ. അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണം, നീ രക്ഷപ്പെടുത്തണം. ഇന്നത്തെ പത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. കാസർഗോഡിൽ നമ്മള് അൽഹംദുലില്ലാഹ് 2 ദിവസങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തിരുന്നു. ഒരു പ്രിയപ്പെട്ട ഹാജിയാരുടെ അവരുടെ ഭാര്യയുടെ ഓപ്പറേഷന് വേണ്ടി. അൽഹംദുലില്ലാഹ് ഡോക്ടർമാരെന്ന് കുറിപ്പ് എഴുതിയല്ലോ, അവിടുത്തുകാരുന്നത് ആ സന്തോഷം അറിയിച്ചു. ഉസ്താദെ, ഡോക്ടർമാർ തന്നെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, അത്ഭുത പ്രകാരമാണ്, അത്ഭുതത്തോടുകൂടിയാണ്. 12 അല്ലാഹുവേ, ഞാനത് കണ്ടപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹ്, ഇതിലുണ്ട് ഞാൻ ന്യൂസ്. അല്ലാഹുവേ, ഒരു വലിയ മുഴ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ വയറ്റിൽ നിന്ന് കിട്ടിയത്, വലിയൊരു മുഴ. അല്ലാഹുവേ, അറിവിനിലാവിൽ വെച്ച് നമ്മൾ ദുആ ചെയ്തു. അവർ വളരെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു റാഹത്താക്കട്ടെ, അള്ളാഹു സമാധാനത്തിലാക്കട്ടെ, അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. 12 കിലോ ഭാരമുള്ള മുഴ ആ സഹോദരിയുടെ വയറ്റിൽ നിന്ന് നീക്കി. പത്രത്തിലൊക്കെ ഉണ്ട്, അതിന്റെ ആ ഫോട്ടോ അടക്കം പത്രത്തിലുണ്ട്, കാസർഗോഡ് ജില്ലയിൽ. അല്ലാഹുവേ, നിങ്ങൾ ആമീൻ പറയും. അല്ലാഹുവേ, അങ്ങനെ വിഷമം അനുഭവിക്കുന്നവരെ നീ റാഹത്ത് നൽകണേ റഹ്മാനെ. തിരുവങ്ങാടി ഭാഗത്ത് ആ പുഴയിൽ കാണാതെ പോയ ആ വാപ്പയെയും മകനെയും നീ പെട്ടെന്ന് കണ്ടുകിട്ടാനുള്ള ഒരു തൗഫീഖ് പെട്ടെന്ന് നീ കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മള് ഇത് തമാശയായി നമ്മൾ കാണരുത്, ഇത് തമാശയായി നമ്മൾ കാണരുത്. ഒരു 50 പൈസ മെഡിക്കൽ ഷോപ്പ് കയറിയിട്ട് ഇൻഷാ അല്ലാഹ് ചെറിയൊരു ബി കോംപ്ലക്സിന്റെ ഒരു ഗുളിക വാങ്ങി, ചെറിയ വായിൽ പൊണ്ണു വരുന്ന ആളുകൾ ഇടക്കിടക്ക് വാങ്ങണം. അപ്പൊ അതെല്ലാവർക്കും അറിയാലോ. അതൊന്ന് വാങ്ങി. എത്ര വാങ്ങിയത്? ഒരു 4 എണ്ണം വാങ്ങി. 5 രൂപ കൊടുത്തു. ഇപ്പൊ പിന്നെ എല്ലാരും ഇങ്ങനെ ബാക്കി മിഠായി കൊടുക്കും, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1 രൂപ ബാക്കിയില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് പിന്നെ എടുക്കട്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേക്കാരും കൊടുക്കേണ്ടി വരാം. ഇൻഷാ അല്ലാഹ് പിന്നെ വരുമ്പോ തരാന്ന് പറഞ്ഞ് പോരാതെ നമ്മൾ ഒന്നിരിക്കെ അവരോട് പറയുന്നത്, ഇൻഷാ അല്ലാഹ് വരികയാണെങ്കിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പൊരുത്തം ചോദിച്ചു വരണം. അങ്ങനെയാണ് ഈമാനുള്ളവർ, അങ്ങനെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ പോലും എന്താ കരുതാ? അത് കരുതിയിട്ട് നിന്നാലേ നമ്മളെ പരലോകം പോകും. അത് കരുതിയിട്ടിരുന്നാ നമ്മളെ പരലോകം പോകും. അള്ളാഹു നമുക്ക് സലാമത്ത് തരട്ടെ. അള്ളാഹുവേ, കാക്കണേ അല്ലാ, കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ വലിയ കാവല് നൽകണേ നാഥാ. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അവരോട് എന്ന് നേരിട്ട് എന്ന് മാപ്പ് പറയണോ, അതല്ലെങ്കിൽ അവരെ മരിച്ചുപോയാൽ അവരെ ഖബറിന്റെ സമീപത്തിൽ നിന്ന് പൊട്ടിക്കരയണോ കൂട്ടുകാരാ, പൊട്ടിക്കരയണം ചെറുപ്പക്കാരാ, പൊട്ടിക്കരയണം പ്രിയപ്പെട്ട കൂട്ടുകാരാ. ആരെയാണോ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുള്ളത് ചെറിയ പ്രായത്തെ, നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വിഭാഗീയത പേര് പറഞ്ഞിട്ട് മറ്റുള്ളവരെ കൊടിയിടം നിറം നോക്കി പരിഹസിച്ചതല്ല, അല്ലാഹുവിന്റെ ലോകത്തേക്ക് മാറ്റിവെക്കേണ്ട മോനെ, പരലോകത്തേക്ക് മാറ്റിവെക്കേണ്ട മോനെ, എല്ലാം തീർത്തിട്ട് പോവണം മോനെ. ഖബറിൽ നമുക്ക് വരുന്നത് ഇരുളാണ്. ഖബറ് കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാരാ, ഖബറ് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? നിങ്ങളെ പള്ളിയുടെ, നിങ്ങളെ ജമാഅത്ത് പള്ളിയുടെ നിങ്ങളെ കണ്ട ഖബറല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആ ഖബറിന്റെ ഉള്ളിൽ അവസ്ഥ എന്താണെന്ന് എന്റെ ചെറുപ്പക്കാരാ നമ്മൾ ഒരു നിമിഷമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആ ഖബറിന്റെ അകത്ത് വരുന്ന അവസ്ഥ എന്താണെന്ന് അറിവിനിലാവിലെ ഒരു സെക്കൻഡെങ്കിലും അന്വേഷിക്കാനോ, ഒരു സെക്കൻഡെങ്കിലും ആലോചിക്കാനോ മനസ്സ് കാണിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഖബറിന്റെ അകത്ത് അവസ്ഥ കണ്ട പിന്നെ കള്ളുകുടിയന്മാര് കള്ളു കുടിക്കൂല, പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ചീത്ത പറയൂല, മറ്റുള്ളവനെ കുറിച്ച് തെറി പറയാനോ, ഫസാദ് പറയാനോ, കടം വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതെ നടക്കാനോ, മറ്റുള്ളവരിൽ നിന്ന് കാശ് വെട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തി നടക്കാനോ നമുക്ക് അല്ലാഹു മനസ്സ് തരൂല. പേടിയാണ് റബ്ബേ, ഖബർ കാണുമ്പോ പേടിയാണ്, ഖബറിന്റെ അകത്ത് വലിയ അദാബുകൾ പേടിയാണ്. ഇതൊക്കെ മുത്ത് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, ഇതൊക്കെ മുത്ത് നബി പറഞ്ഞതല്ലേ? ഗൈബത്തുകാർക്ക് ഖബറിൽ വരുന്ന അദാബ് എന്താണെന്നറിയോ? നബിമത്തുകാർക്ക് ഖബറിൽ വരുന്ന അദാബ് എന്താണെന്നറിയോ? ഇൻഷാ അല്ലാഹ് അറിവിന്ദിലാവിൽ 113ാമത്തെ മജ്ലിസ് അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നാലെ കാത്തിരിക്കുകയാണ്. ഗൈബത്തുകാരെ കാത്തിരിക്കുന്ന ഖബറിന്റെ അദാബുകള്, നബിമത്തുകാരെ കാത്തിരിക്കുന്ന ഖബറിന്റെ
ഖബറിന്റെ അദാബുകളെ അരവിന്ദിലാവിന്റെ 113ാമത്തെ 10,000 പങ്കെടുക്കുന്ന പ്രൗഢമായ സദസ്സിൽ ചർച്ച ചെയ്യണം നമുക്ക്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താനില്ല, ഇതൊക്കെ പറയുന്നത് നിങ്ങളെ ചീത്ത പറയാനില്ല. ഉസ്താദ് കുറച്ചു ദിവസമായി ഞങ്ങളെ ചീത്ത പറയാമെന്ന് ആരും കരുതണ്ട. സുഫ്വാൻ പറയുന്നത് എന്റെ മനസ്സ് നന്നാവാനാണ്. അറിവിന്ദിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന 10,000 ഈ പ്രകാശമുള്ള ഈമാനിന്റെ മുത്തു റസൂലുള്ളാഹിന്റെ ഹദീസുകൾ പറയുമ്പോ ഇതൊക്കെ ഹൃദയത്തിലേക്ക് ചിന്തിക്കുമ്പോ നന്നാവണമല്ല എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നാൽ നമ്മളെ രക്ഷപ്പെട്ടല്ലോ, നമ്മളെ രക്ഷപ്പെട്ടല്ലോ, നമ്മളെ രക്ഷപ്പെട്ടല്ലോ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണമല്ലാ, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണേ അല്ലാ. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഖബറിന്റെ അകത്ത് കത്തിയാളുന്ന ഭയാനകമായ കത്തിയാളുന്ന ഖബറിനെ ഞാൻ കണ്ടുപോയ സ്വഹാബ. അല്ലാഹുവിന്റെ സിറാത്ത്, അല്ലാഹുവിന്റെ പരലോകത്തിനോട് അമ്പിയാക്കന്മാരിൽ നിന്ന് ഏറ്റവും വലിയ ദർജ കൊടുത്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയപ്പോൾ കണ്ടുപോയ ഭയാനകമായ ഒരു അത്ഭുതമുണ്ട്. ആ ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത സദസ്സ് നമുക്ക് ആരംഭിക്കാം. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണമല്ലാ. പേടിയാകുന്ന നാഥാ, ഓരോ ചരിത്രങ്ങൾ കേൾക്കുമ്പോ കൽബ് വിളക്കുകയാണ്. ഓരോ ഹദീസുകൾ മുത്തുനബി പറഞ്ഞത് കേൾക്കുമ്പോ ഹൃദയത്തിന്റെ അകത്ത് വല്ലാത്ത വിങ്ങലാണ്, ഹൃദയത്തിന്റെ അകത്ത് വല്ലാത്ത പേടിയാണ്. പലരും പറയാറുണ്ട്, ഉസ്താദേ ഒരു പിടിച്ചിരുത്തുന്ന ചരിത്രമായി പോയല്ലോ, ഹൃദയത്തെ പിടിച്ചു കുലുക്കി പോയി ഉസ്താദേ. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ, ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? മാറ്റിയാലും മാറാത്ത 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 ഹൃദയത്തിന് മാറ്റം വരാൻ വേണ്ടിയാ. തെറ്റ് കണ്ടുപോയി, തെറ്റ് പറഞ്ഞുപോയി, തെറ്റ് ചെയ്തു പോയി, ഗീബത്തും നമീമത്തും ഫസാദിലൂടെ കറുത്തുപോയ മനസ്സിനെ അറിവിന്റെ നിലാവെളിച്ചത്തിലൂടെ വെളിച്ചമാക്കാൻ വേണ്ടിയാണ്. ചെയ്തു പോയ പർവ്വത സമാനമായ പാപഭാരങ്ങൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുമ്പോ ഈ പ്രഭാഷണങ്ങളിൽ 10,000 ആമീൻ പറയുമ്പോ ആ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് ഹൃദയത്തിൽ അല്ലാഹു നമുക്ക് പ്രകാശം തരാൻ വേണ്ടിയാണ്. നിങ്ങളെ ഒരാളെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ. അല്ലാഹു നമ്മെ നന്നാക്കട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കട്ടെ, അല്ലാഹു നമ്മെ നന്നാക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഗീബത്ത് ഒഴിവാക്കാത്തവരെ, ഇത്രയൊക്കെ കേട്ടിട്ട് നമീമത്ത് ഒഴിവാക്കാത്തവരെ, അത് കേട്ടുകൊണ്ടിരിക്കുന്നവരെ അപകടമാണ് പ്രിയപ്പെട്ടവരെ, അപകടമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ ഹൃദയത്തിലേക്ക് അറിവിന്ദിലാവിന്റെ നിലാവെളിച്ചം തന്നിട്ട് ഹൃദയത്തിലേക്ക് ഈമാനിന്റെ പ്രകാശം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أعطينا بالكل غاثبت عند كل حولنا صب فينا الأمنا منكم كتبنا مدبر ولي. الصلاة والسلام عليك يا رسول الله.
അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പാപഭാരങ്ങൾ പാപമാലേ കറുത്തു പോയോരോ കൽബുകളുടെ വന്നീതാ. പാപഭാരങ്ങൾ തീർത്ത കൽബകം റാഹ നൽകണോ സയ്യിദീ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. സല്ലു വസല്ലിമു അലൻ നബി. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും സദസ്സിൽ വെള്ളം വെച്ചവരുണ്ടാവും. ആ വെള്ളത്തിലൊക്കെ മന്ത്രിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഊതുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മൗലാനാ മുഹമ്മദ്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഖുത്ബുൽ ആലം യാ സിയം വലിയല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഒരു ഇജാബത്തുള്ള മജ്ലിസായിട്ട് നീ സ്വീകരിക്കണേ റഹ്മാൻ. ആയിരങ്ങൾ പതിനായിരങ്ങൾ നിറകണ്ണുകളോടെ നിന്നിലേക്ക് കൈകളുയർത്തുന്ന പതിനാ സമയമായ റബ്ബേ ഉറങ്ങാതെ കാത്തിരിക്കാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. വിഷമങ്ങളെല്ലാം മാറ്റണമല്ലാഹ്, സങ്കടങ്ങളെ മാറ്റണമല്ലാഹ്, രോഗങ്ങളെ മാറ്റണേ അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്ന ഒരാൾക്ക് നീ വിഷമം കൊടുക്കല്ലേ റബ്ബേ, ഒരാൾക്ക് നീ സങ്കടം കൊടുക്കല്ലേ റബ്ബേ, ഒരാൾക്ക് നീ ദുഃഖങ്ങളെ കൊടുക്കല്ലേ നാഥാ. അല്ലാഹുവേ നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ റബ്ബേ, റാഹത്ത് കൊടുക്കണേ റബ്ബേ, ഖൈർ കൊടുക്കണേ റബ്ബേ, റഹ്മത്ത് കൊടുക്കണേ റബ്ബേ, നിഅമത്ത് കൊടുക്കണേ റബ്ബേ. അല്ലാഹ് എത്രയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാം നിനക്കറിയാമല്ല നാഥാ, എല്ലാം നിനക്കറിയാമല്ല നാഥാ, എല്ലാം നിനക്കറിയാമല്ല നാഥാ. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, അവരുടെ സങ്കടങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ രോഗങ്ങളെ ശിഫയാക്കണം അല്ലാഹ്. ക്യാൻസർ അടക്കം ട്യൂമർ അടക്കം അല്ലാഹ്, കിഡ്നി തകരാറിലായവർ, വിഷമമായവർ, പ്രയാസമുള്ളവർ, ശരീരത്തിൽ ചൊറിയുള്ളവരെ, പല്ലുവേദന, കണ്ണുവേദന, കൈകാല് മുട്ടുവേദന, എല്ലാം 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 നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റണമല്ല, സങ്കടങ്ങളെ തീർക്കണമല്ല, ബുദ്ധിമുട്ടുകളെ മാറ്റണമല്ല. കടങ്ങളെ വീട്ടി തരണേ റഹ്മാനെ, കടങ്ങളെ വീട്ടണേ റഹ്മാനെ, കടങ്ങളെ നീ വീട്ടി തരണേ റഹ്മാനെ. ഹലാലായ വരുമാനം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളെ ജോലിയിൽ ബറക്കത്ത് തരണേ അല്ലാഹ്, ഞങ്ങളെ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ലാഹ്, ബിസിനസ്സിൽ ബറക്കത്ത് തരണേ അല്ലാഹ്, വീട്ടിൽ ബറക്കത്ത് തരണേ അല്ലാഹ്, നാട്ടിൽ നീ ബറക്കത്ത് തരണേ അല്ലാഹ്, കൃഷിയിൽ ബറക്കത്ത് തരണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ മാറ്റണമല്ല, ടെൻഷൻ മാറ്റണമല്ല, സങ്കടങ്ങളെ മാറ്റണമല്ല, വലുതും ചെറുതുമായ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ കൊറോണ പോസിറ്റീവായവർ അല്ലാഹ് നെഗറ്റീവാക്ക് റബ്ബേ, നെഗറ്റീവാക്ക് റബ്ബേ, നെഗറ്റീവാക്ക് റബ്ബേ. അല്ലാഹുവേ വെന്റിലേറ്ററിൽ കഴിയുന്നവരെ, സുഖമില്ലാതെ ശ്വാസതടസ്സമുള്ളവരെ, കൊറോണയുടെ കൂടെ വേറെയും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ എല്ലാമെല്ലാം ശിഫിയാക്കി നല്ല ആരോഗ്യവന്മാരായിട്ട് തിരിച്ചു വരാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അസുഖങ്ങൾ മുഴുവനും മാറ്റണമല്ലാഹ്. ക്വാറന്റൈനിൽ കഴിയുന്നവരെ, ടെസ്റ്റ് കൊടുത്ത് റിസൾട്ട് കാത്തിരിക്കുന്നവരെ എല്ലാം നീ റാഹത്തിലാക്കണേ റഹ്മാനേ.
മക്കളെ നന്നാക്കണേ അല്ല, മക്കളുടെ അലർജി മാറ്റണേ അല്ല, അപസ്മാര രോഗം മാറ്റണമല്ല, ഓപ്പറേഷൻ പറഞ്ഞത് ഇല്ലാതെയാക്കണേ റഹ്മാനെ, മൂത്രക്കല്ലിന്റെ അസുഖം മാറ്റണേ അല്ല, തൈറോയ്ഡ് മാറ്റണേ അല്ല, കൈകാല മുട്ടുവേദന, മാറാത്ത തലവേദന എല്ലാം നീ സുഖപ്പെടുത്തണമല്ല. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിലേക്ക് സംഭാവനകൾ അയച്ചവരെ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല, എല്ലാ റാഹത്തിലാക്കണേ റബ്ബേ, സമാധാനത്തിലാക്കണേ റഹ്മാനെ, ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. എത്ര ആളുകളാണ് ദുആർക്കാൻ പറഞ്ഞത്, എല്ലാം നീ റാഹത്തിലാക്ക് റബ്ബേ, സമാധാനത്തിലാക്ക് റബ്ബേ, എല്ലാം നീ ഖൈറിലാക്കണേ റഹ്മാനെ. വിഷമങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ 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 അല്ലാഹുവേ, ഞങ്ങളെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. പിണക്കങ്ങളെ മാറ്റണമല്ല, തെറ്റിദ്ധാരണകളെ മാറ്റണമല്ല. വീടില്ലാത്തവര്, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, ജോലിയില്ലാത്തവര് എല്ലാം നീ നൽകണേ റഹ്മാനെ. വീട് പണി പൂർത്തീകരിക്കണേ അല്ല, ഉള്ള വീട്ടിൽ ചെറുതാണെങ്കിലും ബറക്കത്ത് നൽകണേ റബ്ബേ. പാതിരാ സമയമായി ഇപ്പോഴും മറവി നിലാവ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് അവർക്ക് ദീർഘായുസ്സ് കൊടുക്ക റബ്ബേ, ആഫിയത്ത് കൊടുക്ക റബ്ബേ, റാഹത്ത് കൊടുക്ക റബ്ബേ, ബറക്കത്ത് കൊടുക്ക റബ്ബേ, സന്തോഷം കൊടുക്ക റബ്ബേ, നിഅമത്ത് കൊടുക്ക റബ്ബേ. വിഷമങ്ങളെ, ദുഃഖങ്ങളെ, സങ്കടങ്ങളെ, ടെൻഷനുകളെ, പ്രയാസങ്ങളെ, രോഗങ്ങളെ, കടങ്ങളെ, ബുദ്ധിമുട്ടുകളെ എല്ലാം നീ മാറ്റണേ അല്ലാ, നീ മാറ്റണേ അല്ലാ, മാറ്റണേ അല്ലാ. കല്യാണം ശരിയാവാത്തവരെ കല്യാണം ശരിപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. തടസ്സങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ. നല്ല ഇണകളെ കൊടുക്കണമല്ല, സ്വലാഹത്തുള്ള ഇണകളെ കൊടുക്കണമല്ല. പരീക്ഷയിൽ മക്കൾക്ക് നല്ല വിജയം കൊടുക്കണമല്ല. നല്ല ബുദ്ധിശക്തി, ഓർമ്മശക്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല മക്കളാക്കണേ അല്ലാ. അന്ധബുദ്ധി മാറ്റണേ അല്ലാ, അംഗവൈകല്യങ്ങൾ മാറ്റണേ അല്ലാ. കണ്ണ് കാണാത്തവർക്ക് കാഴ്ചശക്തി കൊടുക്ക റബ്ബേ, കേൾവി ശക്തി കൊടുക്ക റബ്ബേ. സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ അല്ലാ. നടക്കാത്തവരെ, കൈകാലെ കുഴഞ്ഞവരെ എല്ലാം മടവൂർ ശൈഖുനാനെ കൊണ്ട് അറിവുന്നില്ല അവനോട് സുഖം കൊടുക്കണമല്ലാ, ആഫിയത്ത് കൊടുക്കണമല്ലാ, സമാധാനം കൊടുക്കണേ റബ്ബേ. കല്യാണം കഴിഞ്ഞ കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാ, പിണക്കങ്ങളെ മാറ്റണമല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക റബ്ബേ, സലാഹിയത്തുള്ള മക്കളെ കൊടുക്ക റബ്ബേ, റാഹത്തുള്ള മക്കളെ കൊടുക്ക റബ്ബേ, റാഹത്തുള്ള മക്കളെ കൊടുക്ക റബ്ബേ. അല്ലാഹുവേ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ, സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. നല്ല മക്കളാക്കണേ റഹ്മാനെ. ഗർഭിണികൾ പലരും വിഷമം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ വിഷമമില്ല നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എന്ത് തടസ്സമാണെങ്കിലും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രവാസികൾക്ക് ബറക്കത്ത് കൊടുക്ക റബ്ബേ, റാഹത്ത് കൊടുക്ക റബ്ബേ. അവർക്ക് നല്ല റാഹത്തും സന്തോഷം ഏറ്റി കൊടുക്കണേ റഹ്മാനെ. നാട്ടുകാരെ പലരും ജോലിയില്ലാതെ വിഷമത്തിലാണ്, നല്ല റാഹത്തുള്ള ജോലി കൊടുക്കണേ അല്ലാഹ്. ഉസ്താദേ ദുആരിക്കണട്ടോ എന്ന് ആരൊക്കെ എവിടെ നിന്നെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവർക്കെല്ലാം റഹ്മത്ത് നൽകനാദാ, ബറക്കത്ത് നൽകനാദാ, സന്തോഷം നൽകണേ നാദാ. അറിവിന്നില്ലാവിന്റെ സദസ്സിൽ വെച്ച വെള്ളത്തിലെ അല്ലാഹ് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. ആ വെള്ളത്തിലൂടെ എല്ലാ രോഗങ്ങളും മാറ്റണം അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിന് ആഫിയത്ത് നൽകണം അല്ലാഹ്, ശബ്ദം നിലനിർത്തണം അല്ലാഹ്, നിഅമത്ത് നിലനിർത്തണം അല്ലാഹ്, ഇസ്സത്ത് നിലനിർത്തണം അല്ലാഹ്. സിഹ്ർ ബാത്തിലാക്കണം, ഒപ്പം കണ്ണേറും ബാത്തിലാക്കണം. കൈവിഷം അടുപ്പിക്കല്ലേ, ഒരു ഷർറുകളും നീ അടുപ്പിക്കല്ലേ. കിബറന്മാരിൽ നിന്ന്, ചതിയന്മാരിൽ നിന്ന്, വഞ്ചകന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ല. ഗൈബത്തും നമീമത്തും ഫസാദും എല്ലാം നീ ബാത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡ്മിന്മാരുടെ സേവനങ്ങളെ കബൂലാക്കി അർഹമായ പ്രതിഫലം അവർക്ക് കൊടുക്കനാദാ, അർഹമായ പ്രതിഫലം കൊടുക്ക റബ്ബേ. അവർക്ക് റാഹത്ത് കൊടുക്ക റബ്ബേ, വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, പാവപ്പെട്ടവന്റെ പുന്നാരവും ഖബറിലാണ്. അല്ലാഹുവേ, പലരും ഖബറിലാണ്. അറിവിന്നിലാവ് കണ്ടുകൊണ്ടിരിക്കുന്ന
പണ്ടിലൊക്കെ മരിച്ചുപോയവരുണ്ട്, ഞങ്ങൾ അവരെ മറക്കുന്നില്ല. ഈ പ്രോഗ്രാം കാണുന്നവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ട്, ഞങ്ങൾ അവരെ മറക്കുന്നില്ല നാഥാ. ആ ഖബറിലേക്ക് അറിവിനിലാവിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. 10,000 ആമീൻ പറയും. ആ ഖബറിനെ വെളിച്ചമാക്കണേ അല്ലാഹ്. അറിവിനിലാവിന്റെ നിലാവെളിച്ചം ആ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനേ. ഖബർ വിശാലമാക്കണേ റഹ്മാനേ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. മജ്ലിസുകൾക്ക് കബൂലിയത്ത് തരണമല്ല. മരിക്കുമ്പോൾ മുത്തുനബിയം നീ കാണണോ, മുത്തുനബിയം നീ വരണോ. അല്ലാഹ് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എത്രയോ ആളുകൾ ഉസ്താദേ മക്കൾ ഉറക്കത്തിൽ മൂത്രമൊഴിക്കാണ്, വയസ്സ് ഒരുപാടായി, ചില മക്കൾക്ക് കല്യാണപ്രായം വരെയായി, മരുന്നുകൾ ഒരുപാട് കുടിച്ചു, മൂത്രമൊഴിക്കുന്ന അസുഖം മാറുന്നില്ല. എന്ത് വലിയ വിഷമമാണ്. അല്ലാഹ് അറിവിനിലാവിന്റെ വെള്ളത്തിലൂടെ എത്രയോ മക്കളെ മൂത്രമൊഴിക്കുന്ന അസുഖം നീ മാറ്റിയതാണ്. അല്ലാഹുവേ, എത്രയോ ആളുകളെ മൂത്രക്കല്ലിന്റെ അസുഖം നീ മാറ്റിയതാണ്. മൂത്രമൊഴിക്കുന്ന മക്കൾക്ക് അറിവിനിലാവിന്റെ വെള്ളത്തിലൂടെ ശിഫ നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. അറിവിനിലാവ് നടത്തുന്ന ഈ വീട്ടിലും ഇത് കേൾക്കുന്ന വീടുകളിലും അവരെ അയൽവാസികളിലും അറിവിനിലാവ് രാജ്യത്തിന്റെ അകത്തും പുറത്തും ലോകത്തിന്റെ എവിടെ നിന്നെല്ലാം കാണുമ്പോ അവർക്കെല്ലാം ബറക്കത്ത് കൊടുക്കുക അല്ലാഹ്. സന്തോഷം കൊടുക്കുക റബ്ബേ. സുൽത്താനുൽ മക്കാന്തവരം ഉസ്താദ്, റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, ബദർ സാദാത്ത്, ഖലീൽ തങ്ങൾ പാപ്പടക്കമല്ല അല്ലാഹുവേ, ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാരെ മശായിഖന്മാരെ ദറജ വർദ്ധിപ്പിക്കണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ റഷീദ് ഹസനി ഉസ്താദ്, മുഹമ്മദ് ഹസനി ഉസ്താദ്, അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദുമാർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. താജുൽ ഉലമ വിട പറഞ്ഞു പോയി, നൂറുൽ ഉലമ, ശംസുൽ ഉലമ, കൻസുൽ ഉലമ, പടനിലം ഉസ്താദ്, നെല്ലിക്കുത്ത് ഉസ്താദ്, അല്ലാഹുവേ ഈ അടുത്ത് വിട പറഞ്ഞ ബേക്കൽ ഉസ്താദ് അടക്കം അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളെ, എന്റെ ഉമ്മയടക്കം അല്ലാഹ് അറിവിനിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരെ, എന്റെ ഭാര്യയുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉപ്പയും അല്ലാഹുവേ അവിടുത്തെ ഉമ്മയുടെ മാതാപിതാക്കളും അല്ലാഹ് ഇവിടത്തെ ഉപ്പാന്റെ പ്രിയപ്പെട്ട വല്യപ്പമാര് മഹദൂം കുടുംബത്തിലെ വലിയ മഹാന്മാരാണ്. അരീക്കോട് അബൂബക്കർ ഖാദി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് അടക്കമുള്ള മഹാരഥന്മാർ, അവർക്ക് ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അവർക്ക് പൊരുത്തം ഞങ്ങളെ മജ്ലിസിന് നൽകണേ റഹ്മാനേ. അവർക്ക് നോട്ടം ഞങ്ങളെ മജ്ലിസിന് നൽകണേ റഹ്മാനേ. അല്ലാഹ് മജ്ലിസിലേക്ക് മൈക്കൊക്കെ സംഭാവന എന്നവര്, ക്യാമറ വാങ്ങാൻ സഹായിച്ചവര്, ഉസ്താദേ സ്വലാത്ത് മജ്ലിസിൽ ഉസ്താദ് നല്ല ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് മജ്ലിസ് നടത്തണം എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു കസേര വാങ്ങി തന്നവര്, റബ്ബേ ആരൊക്കെ ഏതെല്ലാം നിലക്ക് ദ്വാരക്കാൻ പറഞ്ഞ സംഭാവനകൾ തന്നു. സംഭാവനയൊന്നും തരാൻ കഴിയുന്നില്ല, എന്നാലും അല്ലാഹ് ഈ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കാൻ അവര് പാവങ്ങളാണ്, വിഷമങ്ങൾ ഒരുപാടുണ്ട്. ആ നെഞ്ചിൽ ആ ഹൃദയത്തിൽ ഒരുപാട് സങ്കടങ്ങളാണ്. എല്ലാം നീ മാറ്റണമല്ലാ, സമാധാനം കൊടുക്കണമല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അവസാന സ്വർഗീയ ലോകത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയടക്കം ഞങ്ങളെ ഭാര്യമാർക്കെല്ലാവർക്കും ദീർഘായുസ്സ് കൊടുക്കണമല്ലാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഹലീമ മറിയമടക്കം ഞങ്ങളെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. രോഗങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസിന് ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. അല്ലാഹു റാഹത്തിലാക്കട്ടെ, സമാധാനത്തിലാക്കട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എല്ലാവരും എപ്പോഴും ദ്വാരക്കണം കേട്ടോ. സമയം ഒരുപാട് വൈകി. എന്നും ചോദിക്കും പോലെ ഇന്നും ക്ഷമ ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് ശബ്ദം നിലനിൽക്കാനും ആഫിയത്തിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ പരിശുദ്ധ മജ്ലിസിനെ ഇജാബത്തുള്ള ഒരു മജ്ലിസായിട്ട് കബൂലാക്കട്ടെ. മജ്ലിസിൽ വെള്ളം വെച്ചവര് ആ വെള്ളത്തിൽ അല്ലാഹു നല്ല ശിഫ നൽകട്ടെ, നല്ല റാഹത്ത് നൽകട്ടെ, നല്ല സന്തോഷം നൽകട്ടെ. അഡ്മിന്മാർക്കും അറിവിന്ദിലാവ് കാണുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി, അറിവിന്ദിലാവിൽ ദുആ വസിയത്ത് അറിയിച്ച എല്ലാവർക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരും ദുആരിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു റാഹത്താക്കട്ടെ, അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, അല്ലാഹു ഖൈറിലാക്കട്ടെ, അല്ലാഹു റഹ്മത്തിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ എല്ലാവരോടും നമ്മുടെ ഹലീമ മറിയമിനു വേണ്ടി എല്ലാവരും ദുആരിക്കണം. അല്ലാഹു നല്ല ബർക്കത്തും സന്തോഷം റാഹത്തും തരട്ടെ. മജ്ലിസിന്റെ ബർക്കത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഫത്ഹാക്കട്ടെ. മടവൂർ പാപ്പാന്റെ കാവലും തിരുനോട്ടവും അവിടുത്തെ സഹായവും എല്ലാ സമയത്തും അല്ലാഹു നമുക്ക് തരട്ടെ. എപ്പോഴും അല്ലാഹു തരട്ടെ. അവിടുത്തെ പൊരുത്തത്തിലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വിജയിപ്പിക്കട്ടെ. ദുആ വസിയത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.